ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 14. അതിലില്ലാത്ത ദിവ്യാത്ഭുതങ്ങൾ. ഈ പാവക്കുത്തിൻ്റെ ചരട് ഞാൻ വലിക്കുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും ഓർമ്മിക്കുക, നിങ്ങളുടെ പാദങ്ങൾ ബന്ധിച്ചിട്ടുള്ള ചരടിനറ്റം എൻ്റെ കരങ്ങളിലാണ്. സിദ്ധിയിലെ ശ്രീ സായി ബാബ ഇങ്ങനെ അരുളിയിട്ടുണ്ട്. ശ്രീ സത്സായി അത് ബോധ്യപ്പെടുത്തുകയാണ്. കൊച്ചുകുരുവികളെ എന്നെപ്പോലെ ജനങ്ങളെ ചരടിൽ പിടിച്ചു വലിച്ച് തൻ്റെ പാദങ്ങളിലേക്ക് സ്വാമി അടുപ്പിക്കുന്നു. ജോൺ ഹിസ്ലോപ്പും ക്രിസ്തുവിൻ്റെ രൂപവും. ഇത് മെക്സിക്കോയിലെ ജോൺ ഹിസ്ലോപ്പിൻ്റെ കഥ. 16-ാം വയസ്സിലെ ഹിസ്ലോപ്പ് അധ്യാത്മിക അന്വേഷണത്തിൽ തൽപരൻ, അഗാധമായ സത്യാന്വേഷണത്തിൽ മുഴുകിയ ആത്മാർത്ഥ സാധകൻ. പുണ്യാത്മാക്കളായ ഡോക്ടർ ആനി ബെസന്റ്, ജിത്തു കൃഷ്ണമൂർത്തി, പരമഹംസ യോഗാനന്ദ, മഹർഷി മഹേഷ് യോഗി, സ്വാമി ശിവാനന്ദ, ബൗദ്ധ സമ്പ്രദായമായ വിപാസനയിലെ വിദഗ്ധർ എന്നിവരുമായി അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ നിർദ്ദേശാനുസരണം ആധ്യാത്മിക അന്വേഷണത്തിൽ വർഷങ്ങളോളം മുന്നോട്ട് പോയി. പക്ഷേ ഇതിൻ്റെ എല്ലാ അവസാനം അദ്ദേഹം മനസ്സിലാക്കി, തൻ്റെ പാശ്ചാത്യ ഹൃദയത്തിലുള്ള പ്രേമധാര വരണ്ടു പോയിരിക്കുന്നു. അതിലിപ്പോൾ ഭീകരമായ ശൂന്യത മാത്രം. 1968 ആദ്യമായി ഹിസ്ലോപ്പ് ശ്രീ സത്യസായി ബാബയെക്കുറിച്ച് കേൾക്കുന്നത്. ഹിസ്ലോപ്പ് പുട്ടപർത്തിയിലെത്തിയ ദർശനം നേടി പ്രഥമ ദർശനത്തിൽ തന്നെ ഹിസ്ലോപ്പ് തിരിച്ചറിഞ്ഞു സമസ്ത ആധ്യാത്മിക ബോധത്തിൻ്റെ മൂലം സ്വാമിയാണെന്ന്. ഹിസ്ലോപ്പിന് വളരെ വ്യക്തമായി അനുഭവപ്പെട്ടു. ഈശ്വരൻ സ്വയം തൻ്റെ ഹൃദയത്തിൽ പ്രേമമായി പ്രവേശിച്ചുവെന്നും ആ സ്ഥായിയായ പ്രേമം സത്യത്തിൽ ബാബയെന്നും ആ ഉന്നതമായ അനുഭൂതിയുടെ ഫലമായി അദ്ദേഹത്തിന് ഈ പ്രപഞ്ചം മുഴുവൻ പ്രേമാവൃതമാണെന്ന് സമ്പന്നമായ ഉൾക്കാഴ്ചയും വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. 1973 ശിവരാത്രി ബാബ ഹിസ്ലോപ്പിനെയും മറ്റു പലരെയും കൂട്ടി മൈസൂർ ജില്ലയിലെ ബന്ദിപ്പൂർ വനത്തിൽ കൊണ്ടുപോയി. ഏതാണ്ട് ഉച്ചയായപ്പോൾ അവർ വനത്തിൻ്റെ അതിഥി മന്ദിരത്തിലെത്തി. സായാഹ്നത്തിൽ കാട്ടുജാതിക്കാരുടെ സഹായത്തോടെ അവർ വനത്തിലൂടെ ഏറെ ദൂരം നടന്നു. ഒരു കാട്ടാറിൻ്റെ മണത്തട്ടിൽ എത്തും വരെ ആ നടപ്പ് തുടർന്നു. അവർ വിശ്രമിക്കാനായി മണത്തട്ടിലിരുന്നു. സ്വാമി 2 പുൽനാമ്പുകൾ പൊട്ടിച്ചെടുത്ത തൃക്കൈയിൽ ഒന്നിന് കുറുകെ മറ്റൊന്ന് വെച്ചു. ഹിസ്ലോപ്പിനോട് അത് എന്തെന്ന് ചോദിച്ചു. ഹിസ്ലോപ്പ് അത് കുരിശാണെന്ന് പറഞ്ഞു. സ്വാമി മറ്റേ കരം കൊണ്ട് അത് മൂടിപ്പിടിച്ചു. പിന്നീട് മൃദുവായി 3 പ്രാവശ്യം അത് ഊതി. കൈ തുറന്നപ്പോൾ തൃക്കൈയിൽ ക്രൂശിത രൂപം. അത് ഹിസ്ലോപ്പിന് നൽകിക്കൊണ്ട് അവിടുന്ന് അരുളി, ക്രൂശിത വേളയിൽ തികച്ചും ഇങ്ങനെ തന്നെയായിരുന്നു ജീസസ് കാണപ്പെട്ടത്. ചിത്രകാരന്മാരും എഴുത്തുകാരും സങ്കല്പിച്ചതുപോലെയോ വിവരിച്ചതുപോലെയോ ആയിരുന്നേയില്ല ക്രിസ്തു കാണപ്പെട്ടത്. 8 ദിവസം അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നില്ല. ഉദരം ശൂന്യമായിരുന്നു. അകത്തോട്ട് വലിഞ്ഞ് ഇരുന്നതിനാൽ വാരിയെല്ലുകൾ സ്പഷ്ടവും ശ്രദ്ധിക്കപ്പെടും വിധമായിരുന്നു. ഉരിയാടാനവധി സ്തബ്ധനായി ഹിസ്ലോപ്പ് അതിൽ ഉറ്റുനോക്കിയിരുന്നു. ബാബ തുടർന്നു, ശരിക്കും ഈ കുരിശുണ്ടാക്കിയത് ക്രിസ്തു കുരിശിലേറ്റപ്പെട്ട അതേ കുരിശിൻ്റെ മരത്തിൽ നിന്ന് തന്നെയാണ്. 2000 വർഷത്തോളം പഴക്കമുള്ള അത് കണ്ടെത്താൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ആ കുരിശിൻ്റെ ഓരോ തുണ്ടും ശിഥിലമായി പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു പോയിരുന്നു. എനിക്കതിനാൽ ആ മൂലകങ്ങളെ ശേഖരിക്കേണ്ടി വന്നു. അതിനാവശ്യമുള്ളവർ ശേഖരിച്ച് ഈ കുരിശ് സൃഷ്ടിച്ചു. ഈ കുരിശിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ ഉള്ള അതേ രൂപമാണ്. കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ് ഹിസ്ലോപ്പും ഭാര്യയും മെക്സിക്കോയിലേക്ക് തിരിച്ചുപോയി. കുരിശിലെ ക്രിസ്തു വളരെയേറെ ചെറുതായതിനാൽ ക്രിസ്തുവിൻ്റെ മുഖഭാവം വ്യക്തമായി ദൃശ്യമായിരുന്നില്ല. വാൾട്ടർ വൂൾഫ്, ഹിസ്ലോപ്പിൻ്റെ സുഹൃത്തുക്കളൊരാൾ, ആ കുരിശിൻ്റെ നിരവധി കളർ ചിത്രങ്ങൾ എടുത്തു. അതിനുശേഷം ഓരോ ഭാഗം വലുതാക്കി വലിയ ചിത്രങ്ങൾ അതിൽ നിന്നെടുത്തു. പൂർത്തിയായ ചിത്രം അസാധാരണവിധം ഹൃദയസ്പർശിയും കരുണയും പ്രേമവും ഉണർത്തുന്നതുമായിരുന്നു. ആ രൂപത്തിലെ സങ്കീർണവും സൂക്ഷ്മവുമായ കൊത്തുപണികൾ വെളിപ്പെടുത്താനായി ഫോട്ടോകൾ മേശപ്പുറത്ത് ക്രമീകരിച്ചു. ഭഗവാൻ ശ്രീ സത്സായി ബാബയുടെ സൃഷ്ടിപരമായ കഴിവിൽ അവർ അത്ഭുതപ്പെട്ടുപോയി. ആ ദിനം ഒരു മെക്സിക്കൻ തീരത്ത് ആകാശം സ്വച്ഛസുന്ദരമായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു മുന്നറിയിപ്പുമില്ലാതെ ആകാശം കറുത്തിരുണ്ടു. ഭീകരമായ ഇടിമിന്നലുണ്ടായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജനൽപ്പാളികൾ അടിച്ചു തകർക്കും പോലെ കനത്ത കാറ്റ് വീശി. വാതിൽ കർട്ടനുകൾ പറന്നു പൊങ്ങി. പെട്ടെന്നുണ്ടായ ഈ പ്രശ്നങ്ങൾക്കിടെ ശ്രീമതി ഹിസ്ലോപ്പ് ഓർമ്മിച്ചു, ഇപ്പോൾ വൈകിട്ട് 5 മണി, ഇന്ന് വെള്ളിയാഴ്ച. ഇതേ സമയം തന്നെയായിരുന്നു ക്രൂശനായ ക്രിസ്തുവിൻ്റെ ദേഹത്യാഗം. നാം ഇപ്പോൾ കാണുന്നതെല്ലാം ബൈബിളിൽ വിശദീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. അവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പ്രശസ്ത ഭാഗം വായിച്ചു. ക്രിസ്തു കുരിശിൽ മരണമടയും നിമിഷം കൊടുങ്കാറ്റ് വീശി. ഇടിയും മിന്നലും ആകാശം നിറഞ്ഞു. ദേവാലയങ്ങളിലെ തൂങ്ങലുകൾ പറന്നുപോയി. ഹിസ്ലോപ്പിൻ്റെ വീട്ടിലുണ്ടായിരുന്നവർ തങ്ങളുടെ ഭാവനയ്ക്കതീതമായി ഈ അത്ഭുത പ്രതിഭാസം കണ്ട് ആഹ്ലാദത്തിലായി. പിറ്റേ ദിവസം ദി സാൻ ഡിജോ ട്രൈബ്യൂൺ പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. പൊടുന്നനെ കനത്ത കാറ്റുണ്ടായ കാര്യം ഭഗവാൻ സൃഷ്ടിച്ചു കൊടുത്ത കുരിശും 2000 വർഷം മുമ്പ് സംഭവിച്ച അന്തരീക്ഷ സ്വഭാവം വീണ്ടും ആവർത്തിച്ചതും തമ്മിൽ ബന്ധമുണ്ടാകുമെന്ന് ഹിസ്ലോപ്പിനും സുഹൃത്തുക്കൾക്കും തീർച്ചയായും തോന്നി. ഡോക്ടർ ഭാനി ബെണ്ട ഈ സംഭവം സ്വാമിയെ അറിയിച്ചു. ഹിസ്ലോപ്പും കൂട്ടരും എത്തിച്ചേർന്ന നിഗമനം ശരിയെന്ന് ഭഗവാൻ ഉറപ്പു നൽകി. ഡക്കർ US പ്രതിരോധ വകുപ്പിൽ മിസൈൽ കേന്ദ്രത്തിലെ എയറോസ്പേസ് എഞ്ചിനീയർ മാത്രമല്ല, അമേരിക്കൻ വ്യോമസേനയിലും നാസയുടെ വിദഗ്ധോപദേശകനും കൂടിയായിരുന്നു അദ്ദേഹം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ട്രക്കറും സുഹൃത്തും ഒരു കൊച്ചു വിമാനം വാടകയ്ക്കെടുത്ത് ഉല്ലാസയാത്ര നടത്തി. സിറേറ നെവേദ പച്ചക്കുന്നുകൾക്കടുത്ത്. അവർ പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ലായിരുന്നു. പ്രകൃതിയുടെ അനുപമ ലാവണ്യം അതിൻ്റെ എല്ലാ പ്രഭയോടും കൂടി കാണുക, ആനന്ദിക്കുക, മാനസികോല്ലാസം നേടുക, അത്രമാത്രം. 45 മിനിറ്റ് കൊണ്ട് അവർ 150 മൈലുകൾ പിന്നിട്ടു. മുന്നിൽ വിടരുന്ന സുന്ദര ദൃശ്യങ്ങൾ
നിരീക്ഷിച്ചുകൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. പെട്ടെന്ന് അവരുടെ മുഖത്ത് കൊടും ഭയം ആഘാതമേൽപ്പിച്ചു. വളരെ ശക്തിയേറിയ കാറ്റ്, മിന്നൽപ്പിണർ വേഗതയിൽ അവരെ സമീപിക്കുകയാണ്. കനത്ത കറുത്ത മേഘങ്ങൾ അവരുടെ വഴിയിൽ നിരന്നു കിടക്കുന്നു. ഇടിമിന്നലുകൾ അവരിൽ അരക്ഷിതത്വമുണ്ടാക്കി. ആൾട്രക്കർ ഉടനടി വിമാനം പുറകോട്ട് തിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറകിൽ കറുത്ത മേഘങ്ങൾ ചുറ്റിനും കോട്ട പോലെ വളഞ്ഞിരിക്കുന്നു. ആ കൊച്ചു വിമാനം നിസ്സഹായാവസ്ഥയിലായി. പ്രതികൂലമായ വന്യമായ കാലാവസ്ഥയ്ക്കെതിരെ വിമാനം ശരിക്കും നിയന്ത്രണത്തിലാക്കാൻ ട്രക്കർ പണിപ്പെട്ടു. അസന്തുലിതമായ ആ പറക്കൽ 2 മണിക്കൂർ നീണ്ടു. അവർ പറന്നുകൊണ്ടിരുന്നത് മലകൾ നിറഞ്ഞ ഭൂപ്രദേശത്തിന് മുകളിലൂടെയായിരുന്നു. വിമാനം ഉയരത്തിൽ തന്നെ നിർത്താൻ നിർബന്ധിതനായി. ട്രക്കർ മേഘങ്ങൾക്ക് മുകളിൽ വിമാനം ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ കാറ്റും കനത്ത മേഘങ്ങളും വിമാനത്തെ താഴേക്ക് തള്ളിക്കൊണ്ടിരുന്നു. ട്രക്കറുടെ ഉത്കണ്ഠ വളർന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഓക്സിജന്റെ കുറവ് മൂലം നേരത്തെ തന്നെ സീറ്റിൽ കുഴഞ്ഞു വീണിരുന്നു. ട്രക്കറിൻ്റെ പ്രതീക്ഷ മങ്ങിത്തുടങ്ങി. നിരാശയിൽ അദ്ദേഹം സഹായത്തിനായി തൻ്റെ ട്രാൻസ്മിറ്ററിലൂടെ ഉറക്കെ കരഞ്ഞു, മേഡേ മേഡേ. തൻ്റെ വേദനാപൂർണമായ സഹായം അഭ്യർത്ഥന താഴെ ഏതെങ്കിലും നിയന്ത്രണ കേന്ദ്രത്തിലെത്തും, സഹായം ലഭിക്കും. അപ്പോഴും അദ്ദേഹത്തിന് ആശാനാളം മിന്നിത്തെളിഞ്ഞു. ഇനി അങ്ങനെ ഒരു മങ്ങിയ സാധ്യത ഉണ്ടായാൽ പോലും ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹായ അഭ്യർത്ഥന താഴെ നിന്ന് സ്വീകരിച്ചാലും ഭീകരമായ ഈ കാലാവസ്ഥയിൽ സഹായവുമായി മുകളിലേക്ക് പറക്കാൻ ആരാണ് ധൈര്യപ്പെടുക? റേഡിയോ റിസീവറിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. തനിക്ക് കൺട്രോൾ മുറിയുമായിട്ടുള്ള സകല ബന്ധവും അറ്റതായി ട്രക്കർക്ക് മനസ്സിലായി. തൻ്റെ സുഹൃത്തിന് ഇപ്പോഴും ജീവനുണ്ടോ എന്നുപോലും അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. ട്രക്കറിൻ്റെ ഉറക്കെയുള്ള നിലവിളി കേട്ടിട്ട് സുഹൃത്തിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ശ്വാസം കഴിക്കുന്നതിൻ്റെ ലക്ഷണം പോലുമില്ല. പ്രകൃതിയുടെ തടുക്കാനാവാത്ത ശക്തിക്കെതിരെ നടത്തിയ പോരാട്ടത്തിൽ തളർന്ന് നിരാശനായ ട്രക്കർ വിമാനം പറത്താനുള്ള മനോധൈര്യം ചോരുകയായിരുന്നു. പോരാടാനുള്ള ആഗ്രഹം അസ്തമിക്കുകയായിരുന്നു. ഞെട്ടലോടെ മറ്റൊരു കാര്യം ട്രക്കർ അറിഞ്ഞു. ഇന്ധനം തീരാറാവുന്നു. പ്രകൃതിയുടെ ഉഗ്രരോഷത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ ആ കൊച്ചു വിമാനം അശക്തമാവുകയാണ്. വിമാനത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ പൊട്ടിത്തകരുന്നത് പോലെ ശബ്ദം ഉയർന്നു തുടങ്ങി. തൻ്റെ അവസാനം അടുത്തെന്ന് ട്രക്കർക്ക് തോന്നി. താൻ അകപ്പെട്ടിരിക്കുന്ന കനത്ത നിരാശാജനകമായ സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം ഉറക്കെ കരഞ്ഞു പറഞ്ഞു, ഈശ്വര, എന്നെ രക്ഷിക്കൂ. എനിക്കിനി കൂടുതൽ പൊരുതാനാവില്ല. എന്നിൽ ഇനി തെല്ലും ശക്തിയില്ലേ. ഓടി വരൂ, എന്നെ രക്ഷിക്കൂ. മരിക്കാൻ ആഗ്രഹമില്ല. ഞാൻ അവിടുത്തെ സമ്പൂർണ്ണം ആശ്രയിക്കുന്നു. പ്രഭു, ഞാൻ അവിടുത്തെ തൃക്കരങ്ങളിലാണ്. അവിടുത്തെ ഇച്ഛ പോലെ എന്നെ സ്വീകരിക്കൂ. ഈശ്വരേച്ഛയ്ക്ക് സമ്പൂർണ്ണം സ്വയമേവ കീഴടങ്ങുന്നതെങ്കിലും ഈ ആപത്സ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ട്രക്കർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രാണവായു ക്രമേണ കുറഞ്ഞു വരുന്നത് അറിഞ്ഞതോടെ താൻ മരണത്തോട് അടുക്കുകയാണെന്നും ട്രക്കർ അറിഞ്ഞു. ആ നിർണായ നിമിഷത്തിൽ പെട്ടെന്ന് വയർലെസ് ഉപകരണം പ്രവർത്തിക്കാൻ തുടങ്ങി. റിസീവറിൽ നിന്നും വാക്കുകൾ പുറപ്പെട്ടൊരു ശബ്ദം കേട്ടു. കൊടുങ്കാറ്റിൽ പെട്ടുരുളുന്ന വിമാനത്തിലേക്ക് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുവോ? തൻ്റെ വയർലെസ് ട്രാൻസ്മിറ്ററിലൂടെ സഹായത്തിനു വേണ്ടി ട്രക്കർ കേണിട്ട് ഇപ്പോൾ 1 മണിക്കൂറാകാൻ പോകുന്നു. ട്രക്കർ ഇപ്പോൾ കേട്ട ശബ്ദം ദൃഢവിശ്വാസം സ്ഫുരിക്കുന്നതും ഉറച്ചതും വീണ്ടും ഉറപ്പ് നൽകുന്നതുമായിരുന്നു. ട്രക്കറിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ഏതോ മാലാഖ അദ്ദേഹത്തെ രക്ഷിക്കാനായി വന്നിരിക്കുന്നു. ട്രക്കർ താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന മൈക്രോഫോണിനായി തപ്പിത്തടഞ്ഞു. അതെടുത്ത് സ്വിച്ച് അമർത്താൻ തുടങ്ങി. ആ ശബ്ദം വീണ്ടും ഉയർന്നു കേൾക്കായി. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ശബ്ദം തുടർന്നു. വിമാനം നിങ്ങളുടെ വലത് ഭാഗത്തേക്ക് 60 ഡിഗ്രി തിരിക്കുക. അതിനുശേഷം ഇടത്തോട്ടം. അപ്പോഴെനിക്ക് നിങ്ങളെ തിരിച്ചറിയാനാവും. പരിഭ്രമിക്കേണ്ട, ഞാൻ നിങ്ങളെ സുരക്ഷിതമായി താഴെ കൊണ്ടുവന്നോളാം. ട്രക്കർ നിർദ്ദേശം അനുസരിച്ച് എന്തായാലും ട്രാൻസ്മിറ്ററിലൂടെ സംസാരിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. അപ്പോൾ വീണ്ടും റിസീവറിലൂടെ കേട്ടു, എനിക്കിപ്പോൾ നിങ്ങളെ കാണാം. എനിക്ക് ഉത്തരം നൽകേണ്ടതില്ല. നിങ്ങളിപ്പോൾ റെനോ എയർഡ്രോമിൽ നിന്നും 75 മൈൽ അകലെയാണ്. ശാന്തമായിരിക്കൂ, പരിഭ്രമിക്കേണ്ട. കാലാവസ്ഥ നല്ലതെങ്കിൽ 75 മൈലുകൾക്കുള്ളിൽ സുരക്ഷിതത്വമുണ്ടെങ്കിൽ 30 മിനിറ്റിനകം ട്രക്കർ അവിടെ എത്തും. പക്ഷേ ഇന്ധനം 10 മിനിറ്റ് നേരത്തേക്ക് ഉള്ളുവെന്ന് മീറ്റർ കാണിക്കുന്നു. തർക്കിക്കാനോ തിരിച്ചു സംസാരിക്കാനോ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ട്രക്കർ അപ്പോൾ. അദൃശ്യമായ ശബ്ദം ചെയ്യാൻ പറയുന്നതെല്ലാം ട്രക്കർ അതേവിധം വെറുതെ ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രതികൂല കാലാവസ്ഥയിലും സുരക്ഷിതമില്ലാത്ത സാഹചര്യത്തിലും വയർലെസ് റിസീവറിലൂടെ വരുന്ന ശബ്ദം ശാന്തവും ധൈര്യദായകവുമായിരുന്നു. അദ്ദേഹത്തിൽ ശക്തിയും ആത്മവിശ്വാസവും വളർത്തുന്നതുമായിരുന്നു. ഓരോ ചുവടിലും വിമാനം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ആ ശബ്ദം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ റിസീവറിലൂടെ അവസാന വാക്കുകൾ വന്നു. നിങ്ങൾ മുന്നോട്ട് തന്നെ ഇതേ ദിശയിൽ യാത്ര തുടർന്നാൽ മേഘവലയത്തിനകത്തു നിന്നും പുറത്തു കിടക്കാം. അപ്പോൾ റെനോ വിമാനത്താവളം ദൃശ്യമാവും. പിന്നെ വിമാനം ഇറക്കുവാൻ തുടങ്ങാം. ഞാനിനി പോകുന്നു. ഗുഡ് ബൈ, ഗുഡ് ലക്ക്. അത്രമാത്രം. ആ നല്ല സമരിയക്കാരൻ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയില്ല. കൃത്യം 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രക്കർ മേഘവലയത്തിൽ നിന്നും പുറത്തായി. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന റെനോ വിമാനത്താവളം ട്രക്കർ കണ്ടു. അദ്ദേഹം വിമാനം ഇറക്കാനുള്ള അനുവാദം തേടി. വിമാനം നിലത്തിറങ്ങുന്നതിന് ഏതാനും നിമിഷം മുമ്പ് അടുത്ത സീറ്റിൽ കിടന്ന സുഹൃത്ത് കണ്ണു തുറന്നു എഴുന്നേറ്റിരുന്നു. വിമാനം നിൽക്കാറായപ്പോൾ ഒരു ജീപ്പ് അവരെ സ്വീകരിക്കാനായി എത്തി. 2 സുഹൃത്തുക്കളെയും എയർ ട്രാഫിക് കൺട്രോളറുടെ അടുത്തെത്തിച്ചു. അത്ഭുതത്തോടെ അദ്ദേഹം തിരക്കി, ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു? എന്താണ് സംഭവിച്ചത്? വിമാനം വരുന്നതിൻ്റെ സൂചനകളൊന്നും ഞങ്ങൾക്ക് റഡാറിൽ കണ്ടില്ല. കുറച്ച് നിമിഷം മുമ്പ് വരെ ഈ വിമാനത്താവളം തീർത്തും കുഴപ്പത്തിലായിരുന്നു. നിങ്ങൾ എങ്ങനെ ജീവനോടെ ഇവിടെ എത്തി? വിമാനം താഴെ ഇറക്കാൻ എങ്ങനെ കഴിഞ്ഞു?
സുരക്ഷിതമായി നിങ്ങൾ വിമാനമിറക്കിയത് അവിശ്വസനീയമായിരിക്കുന്നു. അധികൃതർ ആൾട്രക്കറോട് മെക്സിക്കോയുടെ തെക്കൻ ഭാഗത്ത് പറന്നുകൊള്ളാൻ ഉപദേശിച്ചു. കാരണം കനത്ത മഞ്ഞുകാറ്റ് അപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിമാനം പെട്ടെന്ന് സർവീസ് ചെയ്തു ഇന്ധനം നിറച്ചു. അതേ വിമാനത്തിൽ തന്നെ മെക്സിക്കൻ അതിർത്തിയിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിച്ചേർന്നു. ഇരു സുഹൃത്തുക്കളും തങ്ങാനൊരിടം തെരഞ്ഞു നടന്നു. തങ്ങൾ ഇന്ദിരാദേവിയുടെ ആശ്രമത്തിലാണെന്ന് അവർ മനസ്സിലാക്കി. അവർക്ക് ഏറെ ആശ്വാസകരമായി. ആ പ്രദേശം മുഴുവൻ പ്രകാശപൂരിതമായിരുന്നു. അവർ ഉറക്കെ വിളിച്ചു. ആരും വിളി കേട്ടില്ല. അതിനാൽ പുറത്തെ ഗേറ്റ് തുറന്ന് സൂക്ഷ്മതയോടെ ഇരുവരും അകത്തേക്ക് കടന്നു. അകത്ത് ആശ്വാസദായകമായ സംഗീതം കേൾക്കാം. അവർ വാതിലിനരികിലെത്തി. അവിടെ നീണ്ട ചുവന്ന വസ്ത്രം ധരിച്ച ഒരു പുണ്യാത്മാവിൻ്റെ ഫോട്ടോ. കുറച്ചാളുകൾ ആ ചിത്രത്തിന് മുന്നിൽ ആരതിയെടുക്കുന്നു. ആ ഫോട്ടോ മുഴുവൻ വിഭൂതിയാൽ ആവരണം ചെയ്തിരിക്കുന്നു. ഒരു മിന്നൽ പോലെ ആൾട്രക്കർക്ക് തോന്നി. ഏതാനും സമയം മുമ്പ് തന്നെ സുരക്ഷിതമായി നയിച്ച ശബ്ദവും ഈ ചുവന്ന വസ്ത്രം ധരിച്ച പുണ്യാത്മാവും തമ്മിൽ നിർവചിക്കാനാവാത്ത എന്തോ ബന്ധമുണ്ടെന്ന്. ഇന്ദിരാദേവിയിലൂടെ സത്യസായി ഭഗവാൻ ദിവ്യപ്രവൃത്തികൾ അദ്ദേഹം കേട്ടു. അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കകം ആൾട്രക്കർ ഇന്ത്യയിലേക്ക് യാത്രയായി. പ്രശാന്തി നിലയത്തിൽ സ്വാമി സമീപമെത്തി. ഭീകരമായ കാട്ടിൽ പിടറിയപ്പോൾ അദ്ദേഹം കേട്ടത് ഭഗവാൻ ശ്രീ സത്യസായിയുടെ ശബ്ദമായിരുന്നു. ബാബയോട് അതേക്കുറിച്ച് നേരിട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. പക്ഷേ തൻ്റെ സംശയങ്ങൾക്കുള്ള ശരിയായ ഉത്തരം ഏകിക്കൊണ്ട് വേണ്ടത്ര ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. പുട്ടപർത്തിയിൽ കൂടി താമസിച്ച ഇന്ത്യക്കാരനെ ഒരാൾ തൻ്റെ സ്വാനുഭവം ട്രക്കറോട് വിവരിച്ചു. തൻ്റെ തന്നെ അനുഭവമായി അതിന് സമയമുണ്ടെന്ന് ട്രക്കർക്ക് മനസ്സിലായി. ട്രക്കറുടെ സംശയങ്ങൾ പൂർണ്ണമായും അകന്നു. തൻ്റെ മനസ്സിന് ദൃഢതയും ശാന്തിയും ലഭിക്കുന്നതായി ട്രക്കർ മനസ്സിലാക്കി. എന്നെ ഏത് നാമത്തിലും വിളിക്കാം, കാരണം എല്ലാ നാമങ്ങളും എന്നെ സംബന്ധിച്ചുള്ളവ തന്നെ. ഭഗവാൻ സ്വാമി അരുളിയ ഈ അവകാശവാദം അവിടുന്ന് തന്നെ സ്ഥാപിക്കുന്നു. 10,000 മൈലുകൾ അകലെ കൊടുങ്കാറ്റിൽ അകപ്പെട്ടപ്പോൾ ഈശ്വര സഹായത്തിന് വേണ്ടി ഉറക്കെ വിളിച്ചു കേണ്ട ആൾട്രക്കറെ അവിടുന്ന് നാടികീയമായി രക്ഷിച്ചു. ഇതുതന്നെ അതിന് തെളിവ്. ഇന്ദിരാദേവി. റഷ്യക്കാരിയെ ഇന്ദിരാദേവി ഇന്ത്യയിൽ നിന്നും യോഗയിൽ നിഷ്ണാതനായി. തൻ്റെ റഷ്യൻ പേര് ഉപേക്ഷിച്ച് അവർ ഇന്ദിരാദേവി എന്ന ഭാരതീയ നാമം സ്വീകരിച്ചു. പിന്നെ മെക്സിക്കോയിലെ ടേക്കേറിൽ അവർ യോഗ പഠിപ്പിച്ചു തുടങ്ങി. ഇന്ദിരാദേവിക്ക് 60 വയസ്സുള്ളപ്പോൾ മദ്രാശിയിൽ വെച്ച് അവർ ഹോർവേർഡ് മൾഫർട്ടിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൽ നിന്നും ആദ്യമായി സസായെക്കുറിച്ച് കേട്ടു. പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് താല്പര്യം തോന്നിയില്ല. ഒരിക്കൽ മുംബൈയിൽ വെച്ച് ഇന്ദിരാദേവി ഭൃഗു സംഹിത കാണാനിടയായി. ഛായാശാസ്ത്രി കാന്തിലാൽ പാണ്ഡ്യയുടെ കൈവശമായിരുന്നു ആ ഗ്രന്ഥം. തന്നെക്കുറിച്ച് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അറിയാൻ അവർ ഗ്രന്ഥം പരിശോധിച്ചു. അതിൽ ഇങ്ങനെ കണ്ടു: മുൻജന്മങ്ങളിലെ പുണ്യഫല സഞ്ചയത്താൽ നിങ്ങൾക്ക് ദിവ്യനായ ഒരു മഹാത്മാവിൻ്റെ ദർശനം സിദ്ധിക്കും. ഈ നിമിഷങ്ങളിൽ പോലും നിങ്ങൾ അവിടുത്തെ സംരക്ഷണയിലാണ്. മഹാത്മാവ് എന്നാൽ ഈശ്വരൻ തന്നെ എന്ന് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. 1966 ഇന്ദിരാദേവിക്ക് പ്രായം 66. ആ വർഷം ആദ്യമായി അവർക്ക് ശ്രീ സസായി ദർശനം ലഭിച്ചു. പ്രഥമ ദർശനത്തിൽ തന്നെ സ്വാമിയുടെ ദിവ്യതയിൽ ഇന്ദിരാദേവിക്ക് ഉറച്ച വിശ്വാസമുണ്ടായി. സ്വാമി അവർക്ക് ഇൻ്റർവ്യൂ നൽകി. മാത്രമല്ല അവരുടെ ആഗ്രഹം എന്തെന്ന് ചോദിക്കുകയും ചെയ്തു. അവർ സ്വാമിയോട് ഭൗതിക സമ്പത്തോ മോക്ഷം പോലുമോ ചോദിച്ചില്ല. അവർ വിനയപൂർവ്വം പ്രാർത്ഥിച്ചു: സ്വാമി, എന്നുള്ളിൽ ആധ്യാത്മിക ദീപം കൊളുത്തണേ. ഭഗവാൻ അവർക്ക് ലോക്കറ്റും വിഭൂതിയും സൃഷ്ടിച്ചു നൽകി. പിന്നീട് ഉറപ്പ് കൊടുത്തു: നിനക്ക് എപ്പോൾ എന്ത് ആവശ്യമുണ്ടോ എന്നോട് ചോദിച്ചുകൊള്ളൂ. നാം തമ്മിലുള്ള ഭൗതിക ദൂരത്തിനതീതമായി ഞാൻ ആ പ്രാർത്ഥന കേൾക്കും. ഞാൻ സദാ നിന്നോടൊപ്പം ഉണ്ടാവും. ഒരിക്കൽ മെക്സിക്കൻ കുന്നുകളിൽ ഭയങ്കരമായ അഗ്നിബാധയുണ്ടായി. ആയിരക്കണക്കിന് ഗൃഹങ്ങളും ഏക്കർ കണക്കിന് മാനങ്ങളും കത്തിദഹിച്ചു. മെക്സിക്കോയിലും USA-യിലും സായി സ്ഥാപനങ്ങളും അഗ്നിക്കിരയാവുന്ന ഭയന്ന സമയം. ഈ ഭീകര സാഹചര്യത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ അശക്തരായ വളരെയധികം പേർ വീടും സ്വത്തും ഉപേക്ഷിച്ച് പ്രിയപ്പെട്ട ജീവനം കൊണ്ട് പാഞ്ഞു. കാറിൽ യാത്ര ചെയ്ത് അവർ കുന്നിൻ മുകളിലുള്ള വീട്ടിൽ അഭയം തേടി. അവർ അവിടെ 4 മണിക്കൂറോളം സായിബാബയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് താഴെ കുന്നിന് ചുറ്റി അഗ്നിനാളങ്ങൾ താണ്ഡവമാടി. ഒടുവിൽ അവർ കെട്ടടങ്ങി. ഏറ്റവും ഭയാനകമായി പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ അഭയം തേടിയവർ മടങ്ങി. അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു ദൃശ്യം. ചുറ്റിനുമുള്ള സമസ്തവും വെണ്ണീറായി കിടക്കുമ്പോഴും ഇന്ദിരാദേവിയുടെ സായി നിലയം ഒരു പോറൽ പോലും ഏൽക്കാതെ നിലകൊള്ളുന്നു. പരിക്കേൽക്കാത്ത, അഗ്നിയിൽ സ്പർശിക്കപ്പെടാത്ത സായി നിലയം അതിൻ്റെ സകല സൗന്ദര്യത്തോടും തേജോപൂരത്തോടും കൂടി തലയെടുത്തു നിൽക്കുന്നു. പ്രാർത്ഥനാ ഹാളിലെ ശുഭ്രപരവതാനി പോലും പഴയതുപോലെ സുന്ദരമായി നിലനിൽക്കുന്നു. സ്വാമി നേരിട്ട് തന്നെ ആ സ്ഥലവും നിലയവും സംരക്ഷിച്ചതായി അവർക്ക് അനുഭവപ്പെട്ടു. അഗ്നി ഇവിടെ താണ്ഡവമാടുന്ന അതേസമയം ഇന്ദിരാദേവി ചിക്കാഗോയിൽ സായി ബാബയെക്കുറിച്ചുള്ള പ്രഭാഷണം ചെയ്യുകയായിരുന്നു. അഗ്നിബാധയുടെ ഭീകരതയും നാശനഷ്ടങ്ങളും അവർ ടെലിവിഷനിൽ കണ്ടു. തൻ്റെ സായി നിലയത്തിന് വളരെ അടുത്താണ് അഗ്നിബാധ ഉണ്ടായെന്നും അവർ പത്രത്തിൽ വായിച്ചു. പക്ഷേ ഇന്ദിരാദേവി തെല്ലും പരിഭ്രമിച്ചില്ല. അവർ ചിന്തിച്ചു: അത് ഭഗവാന്റേത്. സ്വാമിയുടെ ഇച്ഛ പോലെ സ്വാമി പ്രവർത്തിക്കട്ടെ. അത് കത്തി ദഹിക്കണമെന്നാണ് അവിടുത്തെ സങ്കല്പമെങ്കിൽ അത് അങ്ങനെ തന്നെ. അവരുടെ ഉറച്ച വിശ്വാസം സായി നിലയം പരിപൂർണമായി സുരക്ഷിതമായി നിലനിന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്ദിരാദേവിക്ക് ഭഗവാന്റെ ഒരു ക്ഷണക്കത്ത് ലഭിച്ചു. അനന്തപൂരിലെ വിമൻസ് കോളേജിലെ ഉദ്ഘാടനം
ചെയ്യുന്നതിനായി അവർ മെക്സിക്കോയിൽ നിന്നും വന്നു. ആഘോഷങ്ങളിൽ പങ്കുകൊണ്ട് മെക്സിക്കോയിലേക്ക് പോകും മുമ്പേ ഭഗവാൻ ലക്ഷ്മിദേവിയുടെ രൂപമുള്ള ലോക്കറ്റ് ഇന്ദിരാദേവിക്ക് സൃഷ്ടിച്ചു കൊടുത്തു. ലോക്കറ്റ് നൽകുമ്പോൾ ഭഗവാൻ അരുളി, ഇത് എൻ്റെ ഗൃഹത്തിൽ സൂക്ഷിക്കുവാനാണ്. ഈ ലോക്കറ്റ് ഗൃഹം സംരക്ഷിച്ചുകൊള്ളും. ഇന്നു മുതൽ അവിടം ഒരിക്കലും അഗ്നിഭയത്തിന് ഇരയാകില്ല. ഇന്ദിരാദേവി പത്തിയിൽ വരുമ്പോൾ സ്കൂൾ കുട്ടികൾക്കായി യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. അവരുടെ സേവനങ്ങളിൽ ബാബ സന്തുഷ്ടനാവുന്നു. സ്വാമി ഡയമണ്ട് പതിപ്പിച്ചൊരു മോതിരം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തു. വളരെ കാലമായി ആഭരണം ധരിക്കുന്നത് അവർ ഉപേക്ഷിച്ചിരുന്നു. അവർ ചിന്തിച്ചു, ഈ മോതിരത്തിൽ സ്വാമിയുടെ ചിത്രമുണ്ടെങ്കിൽ അത് ധരിക്കാം. സ്വാമി ഭക്തയുടെ മനസ്സറിഞ്ഞ് വിഭു ആ മോതിരം എടുത്തു. സ്വാമിയുമായി അതിൽ നിന്നും ഒന്ന് ഊതി. ഉടൻ തന്നെ മോതിരത്തിൻ്റെ രൂപം മാറി. ഇപ്പോഴതിൽ സ്വാമിയുടെ ചിത്രത്തോടു കൂടിയ ചെറിയൊരു കല്ല്. സ്വാമി ആ മോതിരം അവരെ അണിയിച്ചുകൊണ്ട് പറഞ്ഞു, നീ എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നിനക്കെന്നെ ഈ മോതിരത്തെ ദർശിക്കാം. എന്നെ ഇങ്ങനെ കാണാൻ കഴിയാൻ നിനക്ക് മാത്രം, മറ്റാർക്കും കഴിയില്ല. നീ എപ്പോൾ ഈ മോതിരത്തിൽ നോക്കുന്നുവോ കൃത്യമായും ആ നിമിഷം ഞാൻ ഇന്ത്യയിൽ എവിടെയാണോ ഉള്ളത് അത് കാണാനാകും. മാത്രമല്ല ഞാൻ അപ്പോൾ ചെയ്യുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഇന്ദിരാദേവി കാലിഫോർണിയയിലായിരുന്ന സമയം അവർ മോതിരത്തിൽ നോക്കി. സ്വാമി വെളുത്ത കാറിലിരിക്കുന്നത് അവർ മോതിരത്തിൽ കണ്ടു. അവർ ഡയറിയിൽ എഴുതി, സ്വാമി എവിടേക്ക് യാത്ര ചെയ്യുകയാണ്. മറ്റൊരു ദിവസത്തിൽ ബാബ തൻ്റെ മുന്നിൽ അർത്ഥവൃത്താകൃതിയിലിരിക്കുന്ന ഭക്തന്മാരോട് സംസാരിക്കുന്നത് കണ്ടു. ആ രംഗം പ്രശാന്തി നിലയത്തിലല്ലെന്ന് അവർക്ക് തോന്നി. ആ വിവരം അവർ വിശദമായ ഡയറിയിൽ കുറിച്ചിട്ട് പിന്നീട് പ്രശാന്തി നിലയത്തിൽ വന്നപ്പോൾ അവർ കസ്തൂരിയോട് തനിക്കുണ്ടായ ഈ 2 ദർശനങ്ങളും പരിശോധിച്ചു. ആ ദിവ്യദർശനം സ്വാമി ടൂറിന് പോകുന്നതായിരുന്നു എന്ന് കസ്തൂരി പറഞ്ഞു. ഇന്ദിരാദേവി ചോദിച്ചു, പക്ഷേ സ്വാമിയുടെ കാർ വെളുത്തതല്ലല്ലോ? കസ്തൂരി വ്യക്തമാക്കി, ഇന്ദിരാദേവിക്ക് ദർശനം കിട്ടിയ സമയം സ്വാമി വെളുത്ത കാറിൽ തന്നെയായിരുന്നു. രണ്ടാമത്തെ ദർശനം ഈ സ്ത്രീ കസ്തൂരി വ്യക്തമാക്കി. അത് സംഭവിച്ചത് അങ്ങ് അകലെ കേരളത്തിൽ 1970 നവംബർ 21. പ്രശാന്തി നിലയത്തിൽ ശ്രീ സത്സായി സേവാ സമിതി പ്രവർത്തകരുടെ 4ാമത് അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നു. ഭഗവത് സാന്നിധ്യത്തിൽ ഇന്ദിരാദേവി സംസാരിച്ചു. മുൻ പറഞ്ഞ 2 സംഭവങ്ങളും അവർ പ്രസംഗത്തിൽ പരാമർശിച്ചു. ശ്രീ കസ്തൂരി ഉടൻ തിരിച്ചുപോയി. അപ്പോൾ താങ്കൾ ബാബയെ ചാരപ്രവർത്തനം നടത്തുകയാണല്ലേ? ഭഗവാൻ ശ്രോതാക്കൾ മുഴുവനും പൊട്ടിച്ചിരിച്ചുപോയി. വരും പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ എന്നിവയിലൂടെ അമേരിക്കയിൽ സായി സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഇന്ദിരാദേവി വിലമതിക്കാനാവാത്ത സേവനം ചെയ്തു. പ്രചരണത്തിനിടയിൽ അവർക്ക് അപ്രതീക്ഷിതമായ പ്രശ്നത്തിന് നേരിടേണ്ടി വന്നു. അവരുടെ പ്രസംഗം കേൾക്കുന്നവർ സ്വാമി സൃഷ്ടിച്ച വിഭൂതി ആവശ്യപ്പെടാൻ തുടങ്ങി. അടുത്ത പ്രാവശ്യം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ദിരാദേവി ഇക്കാര്യം ഭഗവാനെ അറിയിച്ചു. ഉടനെ അടപ്പുള്ള ഒരു വെള്ളിച്ചെപ്പ് അവിടുത്തെ തൃക്കൈയിൽ കാണാനായി. ആരോ മുകളിൽ നിന്ന് തൃക്കൈയിൽ വെച്ചു കൊടുത്തതുപോലെ ആ വെള്ളിച്ചെപ്പ് കാണിച്ചുകൊണ്ട് വിഭു അരുളി, വിഭൂതി ഒടുങ്ങാത്ത ചെപ്പാണിത്. ഇതിൽ നിന്ന് നിനക്ക് എത്ര വിഭൂതി വേണമെങ്കിലും ഭക്തന്മാർക്ക് നൽകാം. ഇതിലൊരിക്കലും വിഭൂതി തിരികെയില്ല. വെള്ളിച്ചെപ്പിലെ വിഭൂതി മുഴുവൻ ഒരു കടലാസിൽ കുടഞ്ഞിട്ട് ഭഗവാൻ അതിൽ സൗമ്യമായി തട്ടി. ചെപ്പിൽ നിന്നും പുതിയ വിഭൂതി നിറഞ്ഞു. ഇന്ദിരാദേവിക്ക് വെള്ളിച്ചെപ്പ് കൊടുക്കുമ്പോൾ ഭഗവാൻ നിർദ്ദേശിച്ചു, രോഗികളെ സുഖപ്പെടുത്താനും ഈ വിഭൂതി ഉപയോഗിക്കുക. അതിനുശേഷം എപ്പോഴെങ്കിലും അസുഖമുള്ള ആളുകൾ വന്നാൽ അവർ സ്വാമിയുടെ മഹിമ പറഞ്ഞു കേൾപ്പിക്കും. രോഗിക്ക് ആ പവിത്രമായ വിഭൂതിയിൽ നിന്നും കുറച്ച് കൊടുക്കും. ഈ ലളിതമായ ചികിത്സ വളരെ പേർക്ക് ആരോഗ്യം തിരിച്ചു നൽകി. 1969 ഇന്ദിരാദേവി ശിവരാത്രി ആഘോഷങ്ങൾക്കായി പുട്ടപർത്തിയിൽ വന്നു. ഇന്ദിരാദേവി വാൾട്ടർ കോവൻ, അദ്ദേഹത്തിൻ്റെ പത്നി എൽസി കോവൻ, വേറെ ചിലർ എന്നിവർ ഭഗവാൻ ഇൻ്റർവ്യൂ മുറിയിലേക്ക് വിളിച്ചു. കുറച്ചു നേരത്തെ ആധ്യാത്മിക ചർച്ചയ്ക്ക് ശേഷം സ്വാമി 108 മുത്തുകളുള്ള മനോഹരമായ ഒരു ജപമാല സൃഷ്ടിച്ചു. ഭഗവാൻ അത് ആർക്ക് സമ്മാനിക്കുമെന്നതിൽ എല്ലാവർക്കും ആകാംക്ഷഭരിതരായിരുന്നു. ഭഗവാൻ അരുളി, ഇത് സാധാരണ ജപമാലയല്ല, വളരെ ശക്തിയേറിയതാണ്. ഏത് പഴകിയ രോഗവും ഇതിനെ സുഖപ്പെടുത്താനാവും. ഇന്ദിരാദേവി ചെയ്യുന്ന സേവനങ്ങൾക്ക് ഇത് വളരെ അത്യാവശ്യം തന്നെ. ആ അമൂല്യമായ ജപമാല ഭഗവാൻ ഇന്ദിരാദേവിക്ക് സമ്മാനിച്ചു. അവർ ആനന്ദക്കണ്ണീരോടെ ചോദിച്ചു, സ്വാമി, ഇത് എല്ലാ തരത്തിലുമുള്ള രോഗം സുഖപ്പെടുത്തുമോ? ബാബ മറുപടി പറഞ്ഞു, മുൻജന്മ പാപകർമ്മ ഫലത്താൽ ഉണ്ടായിട്ടുള്ളതല്ലാത്ത സമസ്ത രോഗങ്ങളും സുഖപ്പെടുത്തും. അത്തരം കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പോലും ഒന്നും ചെയ്യുകയില്ല. ഇന്ദിരാദേവിയുടെ യോഗാ കേന്ദ്രത്തിൽ ഭജനയ്ക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു തുടങ്ങി. അവരിൽ വളരെ പേരും എന്തെങ്കിലും പവിത്രമന്ത്രം തങ്ങൾക്ക് ഉപദേശിക്കാൻ ഇന്ദിരാദേവിയെ നിർബന്ധിച്ചു. അത്തരം നിർബന്ധങ്ങളുമായി പൊരുത്തപ്പെടാനാവാതെ കുഴങ്ങിയപ്പോൾ അവർ പ്രശ്നം സ്വാമിയോട് നിർത്തിച്ചു. ഭഗവാൻ പറഞ്ഞു, മന്ത്രങ്ങളിൽ ഏറ്റവും ശക്തിയേറിയത് ഓം ആണ്. പക്ഷേ നിനക്കറിയുമല്ലോ, അത് ആർക്കും എല്ലാവർക്കും ഉപദേശിക്കാൻ കഴിയുന്നതല്ല. ആരെങ്കിലും മന്ത്രോപദേശത്തിനായി ആവശ്യപ്പെടുമ്പോൾ നിന്റെ മോതിരത്തിലുള്ള എന്നെ നോക്കൂ. ആ നിമിഷം ഏത് മന്ത്രമാണോ നിന്റെ മനസ്സിൽ വരുന്നത് അത് ആ സാധകന് നൽകൂ. അത് എന്നിൽ നിന്നുമുള്ള മന്ത്രമായി മാറിക്കോളും. ഈ വാക്കുകളാൽ ഭഗവാൻ ഇന്ദിരാദേവിക്ക് ആധ്യാത്മിക അധികാരം നൽകി. പവിത്രമായ മന്ത്രോപദേശത്തിനുള്ള അർഹതയും കനിഞ്ഞേകി. 3 പ്രാവശ്യം ഇന്ദിരാദേവി അനുഗ്രഹിക്കപ്പെട്ടു. ഒന്നാമതായി ഭഗവത് ദർശനം, അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് സമയം. രണ്ടാമതായി രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി. മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് ആധ്യാത്മിക സാധകർക്ക് മന്ത്രോപദേശം നൽകാനുള്ള അധികാരം. അവർക്കങ്ങനെ ഭക്തന്മാരുടെ ഭൗതിക നേട്ടവും ആധ്യാത്മിക പുരോഗതിയും നിയന്ത്രിക്കാൻ കഴിയുന്നു. ഇതിനും പുറമെ ഭഗവാൻ തൻ്റെ സ്പിരിച്വൽ ഇൻ്റർനെറ്റിൽ ലഭിക്കാനുള്ള വിശിഷ്ടാവകാശം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അത് വിശദീകരിക്കാം. മറ്റൊരാൾക്കും ഈ 3 അനുഗ്രഹങ്ങൾ ഒന്നുപോലും ഭഗവാൻ ഇതേവരെ നൽകിയിട്ടില്ലെന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട സംഗതിയാണ്. ഡോക്ടർ ഫ്രാങ്ക് ബറോണവസ്കി അമേരിക്കയിലെ
അരിസേന സർവകലാശാലയിലെ പ്രൊഫസർ ക്രില്ലിയൻ ഫോട്ടോഗ്രാഫിൽ സമർത്ഥൻ. മനുഷ്യനുൾപ്പെടെ ജീവജാലങ്ങളുടെ ചുറ്റിനുമുള്ള ബഹുവർണ്ണ പ്രഭാവലയം ക്യാമറയിൽ എടുക്കുന്നതാണ് ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി. പ്രഭാവലയത്തിൻ്റെ നിറം, പ്രകാശ സാന്ദ്രത ഇവ ഓരോ വ്യക്തിയിലും ഓരോന്നായിരിക്കും. ശാരീരികാരോഗ്യം, ബുദ്ധിപരവും ആത്മീയവുമായ തലം എന്നിവയും ഈ പ്രഭാവലയത്തെ ബാധിക്കുന്നു. സാധാരണ ആളുകളിൽ ഈ പ്രഭാവലയം ഒരടി വീതിയിലായിരിക്കും. വലിയ ചിന്തകരുടെയും യോഗിമാരുടെയും ആധ്യാത്മിക തൽപരരുടെയും പ്രഭാവലയം 2 അടിയോളം വരും. ഈ പ്രഭാവലയം അനവധി നിറഭേദങ്ങളോടെ പ്രകാശിക്കുന്നു. ഒരാൾ ആരോഗ്യവാനും സന്തുഷ്ടനുമാണെങ്കിൽ പ്രഭാവലയം ശുഭ്രമായിരിക്കും. സ്നേഹം, ദയ, കാരുണ്യം എന്നിവയാണ് അയാളുടെ ഭാവമെങ്കിൽ നീല നിറമായിരിക്കും. പ്രഭാവലയത്തിന് തീവ്രമായ സ്നേഹമാണ് ഭാവമെങ്കിൽ നിറം റോസ് ആയിരിക്കും. കോപവും വിദ്വേഷമുള്ളവർ അതിൻ്റെ നിറം ചുവപ്പ്. അതുമാത്രമല്ല, ഈ പ്രഭാവലയം സാധാരണ ദൃഷ്ടിക്ക് ഗോചരമല്ല. ദശലക്ഷങ്ങളിൽ ഒരുവനെ അത് കാണാനുള്ള സിദ്ധി ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ക്രില്ലിയൻ ക്യാമറയിലൂടെ ആ പ്രഭാവലയം വ്യക്തമായി എടുക്കാൻ കഴിയും. സത്യത്തിൽ വസ്തുവിൻ്റെ ഭാവം മാറുന്നതും പോലും ക്രില്ലിയൻ ഫോട്ടോകളിൽ കാണാനാവും. ആയിരക്കണക്കിന് ലോകനേതാക്കളുടെ, രാജാക്കന്മാരുടെ, രാജ്ഞികളുടെ, പുണ്യാത്മാക്കളുടെ, മത നേതാക്കളുടെ ഫോട്ടോ എടുക്കാൻ ഡോക്ടർ ബെനോറസ്കിക്ക് ക്രില്ലിയൻ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട്. 2 അടിയോ കൂടുതൽ പ്രഭാവലയം ഇതേവരെ ആരിലും കണ്ടിട്ടില്ല. അമേരിക്കയിൽ വെച്ച് ഡോക്ടർ ബെറോനസ്കി ബാബയെപ്പറ്റിക്കുറിച്ച് പുസ്തകം വായിക്കാനിടയായ സ്വാമിയുടെ ദിവ്യതയെക്കുറിച്ച് അറിഞ്ഞു കേട്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് സ്വാമിയെക്കുറിച്ച് ആഴത്തിലുള്ള വിശ്വാസം ഉണ്ടാക്കിയില്ല. 1977 ക്രിസ്മസ് ദിനം ഡോക്ടർ ബെറോനസ്കി ഒരു ഗൃഹം സന്ദർശിക്കാനിടയായി. ആ കുടുംബാംഗങ്ങൾ സായി ഭക്തർ. അവർ സായി ഭജനങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു. അതിലത്രയൊന്നും ആസ്വദിക്കാനാവാതെ അദ്ദേഹം സ്വയം അവിടെ നിന്ന് മാറി മുകളിലെ മുറിയിലേക്ക് പോയി. ലൈറ്റണച്ച് ഉറങ്ങാൻ കിടന്നു. ആ മുറിയിലെ മേശയിൽ ശ്രീസായുടെ ചിത്രമുണ്ടായിരുന്നു. അതിനു മുമ്പ് കത്തിക്കാത്തൊരു മെഴുകുതിരിയും. അദ്ദേഹം അതിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായി ഉരസുന്ന ശബ്ദം. മെഴുകുതിരി പെട്ടെന്ന് കൊളുത്തപ്പെട്ടു. ആരും അകത്ത് വന്നില്ലല്ലോ, ആരും മെഴുകുതിരി കത്തിച്ചതുമില്ലല്ലോ, പിന്നെ എങ്ങനെ അത് കത്തി? അദ്ദേഹം പരിഭ്രമിച്ചു. അദ്ദേഹം ഒരിക്കൽ കൂടി ചിത്രത്തിൽ ഉറ്റുനോക്കി. സൗമ്യം പുഞ്ചിരിക്കുന്നു. അടുത്ത വർഷം തന്നെ, അതായത് 1978, ഡോക്ടർ ബെറോനസ്കി ബാംഗ്ലൂരിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തി. ഈ അവസരം ബെറോനസ്കി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് ക്രില്ലിയൻ ക്യാമറ കൊണ്ട് 100 കണക്കിന് യോഗിനികളുടെയും പുണ്യാത്മാക്കളുടെയും ഫോട്ടോ എടുക്കുകയും ചെയ്തു. അപ്പോഴൊന്നും 2 അടിയിൽ കൂടുതൽ പ്രഭാവലയമുള്ള മഹത്തുക്കൾ കണ്ടില്ല. ഒരു പ്രഭാതത്തിൽ വൈറ്റ്ഫീൽഡിൽ വെച്ച് അദ്ദേഹം സ്വാമിയെ ആദ്യമായി കണ്ടു. രാവിലെ 5 മണിക്ക്. തൻ്റെ മിഴികൾ ബാബയിൽ ഊന്നിയപ്പോൾ അദ്ദേഹം നിശബ്ദനായിപ്പോയി. സ്വാമിയുടെ ചുറ്റിനുമുള്ള തേജോവലയം അദ്ദേഹത്തിന് ഏറ്റവും വിശാലമായ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരുന്നു. 40 അടിയിലേറെ ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഭക്തന്മാർ വചനം പാടുമ്പോൾ അത് തേജോപുരം വീണ്ടും വളർന്ന് ഹാൾ മുഴുവൻ അവിടെ സന്നിഹിതനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളെയും ആവരണം ചെയ്യുന്നു. ആ പ്രഭാവലയം വളരെ ദീപ്തമായിരുന്നു. ബെനോറസ്കിക്ക് ചുറ്റിനും നോക്കി. ചുറ്റിനുമുള്ള നിരവധി മെർക്കുറി വേപ്പർ ലാമ്പുകളാണ് ഈ പ്രകാശധാരയ്ക്ക് കാരണമെന്നറിയാൻ ജീവനുള്ള സ്പന്ദിക്കുന്ന ആവരണം പോലെ സ്വാമി നീങ്ങുമ്പോൾ ആ ദീപ്തപരമായ പ്രഭാവലയവും നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ അതേ ഇങ്ങനെയൊരു നിഗമനത്തിൽ ആ പ്രഭാവലയം സ്വാമിയിൽ നിന്നും വേർതിരിക്കാനാപ്തതാണ്. അത് പുറപ്പെടുന്നത് സ്വാമിയിൽ നിന്ന് തന്നെ. ആ സമയം സമ്മർ ക്ലാസ്സുകൾ നടക്കുമായിരുന്നു. അതിനാൽ ബെറോനസ്കിക്ക് സ്വാമിയെ 3-4 ദിവസം തുടർച്ചയായി നിരീക്ഷിക്കാനും കഴിഞ്ഞു. ഒരു ദിനം സ്വാമി അദ്ദേഹത്തെ വിളിച്ച് സദസ്സിനോട് സംസാരിക്കാൻ പറഞ്ഞു. തനിക്കുണ്ടായ അനുഭവം അദ്ദേഹം വിശദീകരിച്ചു. ഞാനൊരു ശാസ്ത്രജ്ഞൻ. അടിസ്ഥാനപരമായി ഞാൻ ക്രിസ്ത്യാനിയും. പക്ഷേ എനിക്ക് ആ മതത്തിലുള്ള വിശ്വാസം അത്ര ഉറച്ചതൊന്നുമല്ല. ഈ ക്രില്ലിയൻ ക്യാമറ ഉപയോഗിച്ച് ഞാൻ ലോകമെമ്പാടും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള 10,000-ഓളം സമുന്നത വ്യക്തികളെ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഒന്നും കണ്ടെത്തിയിരിക്കുന്നു അത് മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ബാബയിൽ നിന്നും പുറപ്പെടുന്ന പ്രഭാവപുരം റോസ് നിറത്തിലുള്ളതാണ്. അത് അഗാധമായ, ഏറ്റവും സ്വാർത്ഥരഹിതമായ പ്രേമത്തിൻ്റെ പ്രതീകം. അനന്യമായിട്ടുള്ള അത് മാത്രമോ? സ്വാമിയുടെ പ്രഭാവലയം ഈ ഹാളിലിരിക്കുന്ന ഭക്തജനങ്ങളെ മാത്രമല്ല, അതിനപ്പുറം വളരെ ദൂരയ്ക്ക് വ്യാപിച്ച സമസ്തവും അപ്ലാവനം ചെയ്യുന്നു. എനിക്ക് കാണാൻ കഴിയുന്നിടത്തോളം അത് പ്രകാശപ്രളയമാണ്. അത് സമസ്തവും വിഴുങ്ങുന്നു. റോസ് നിറത്തിലുള്ള പ്രകാശവലയത്തിൽ നിന്നും സ്വർണ്ണരജത നിറമുള്ള അതിദീപ്തവും വ്യക്തവുമായ പ്രകാശ ബീജികൾ പുറപ്പെടുന്നുണ്ട്. ഇത് അത്ഭുതകരമായ ദൃശ്യം. ഇന്നുവരെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മഹനീയ രംഗം. സ്വാമി സമ്പൂർണ്ണ പ്രേമമൂർത്തി. സ്വാമി നമുക്കിടയിലെത്തുമ്പോൾ, നമ്മെ തൊടുമ്പോൾ ആ പ്രകാശധാര നമ്മിലേക്ക് ഒഴുകുന്നു. നാം ആ മഹത്തായ രാജകീയ ദൈവിക പ്രഭാവത്തിൽ മുങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. നിങ്ങൾ കാണുന്നില്ല. ഈ കമ്പനം ഭയം മൂലമല്ല. സ്വാമിയെ വലയം ചെയ്തിട്ടുള്ള ആ മാനുഷിക പ്രഭാവലയം അതിൻ്റെ വിവരണാതീതമായ മഹനീയതയോടെ ചലിക്കുമ്പോൾ അതിൽപ്പെട്ട് എൻ്റെ ശരീരവും അനിയന്ത്രിതമായി ചലിക്കുന്നു. സ്വാമി ഒരു ഡയമണ്ട് മോതിരം സൃഷ്ടിച്ച് ഡോക്ടർ ബെറോനസ്കിക്ക് നൽകി. സ്വാമി അദ്ദേഹത്തിന് എല്ലാവരും വളരെയേറെ മോഹിക്കുന്ന അഭിമുഖം നൽകി. ഇൻ്റർവ്യൂവിന് ശേഷം ഭഗവാൻ അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾക്ക് ഏറെ സമയം നൽകി. സ്വാമി അദ്ദേഹത്തിൻ്റെ മാസങ്ങൾക്ക് മാത്രം പ്രായമുള്ള പേരക്കുട്ടിയുടെ കാര്യം സംസാരിച്ചു. നിങ്ങൾ അമേരിക്കയിലെത്തി വീട്ടിലെത്തുന്ന ദിവസം പേരക്കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കും. പരിഭ്രമിക്കേണ്ടതില്ല. ഓപ്പറേഷൻ വിജയകരമായിരിക്കും. കുഞ്ഞിന് പൂർണ്ണാരോഗ്യം വീണ്ടും കിട്ടും. ഇതെല്ലാം സ്വാമി സ്വമേധയെ അരുളിയതാണ്. ഡോക്ടർ ബെറോനസ്കിയുടെ കുഞ്ഞിനെക്കുറിച്ച് ഒന്നും
തന്നെ പറഞ്ഞില്ല. ഏതായാലും അദ്ദേഹം കുഞ്ഞിനെക്കുറിച്ചുള്ള ബാബയുടെ വാക്കുകൾ അത്ര പരിഗണിച്ചതുമില്ല. കുഞ്ഞ് വളർന്ന് വർഷങ്ങൾക്ക് ശേഷമേ ഓപ്പറേഷൻ സാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ വിവരം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ അന്ന് തന്നെ കഴിഞ്ഞ വിവരം അറിഞ്ഞ് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഓപ്പറേഷൻ നടത്തിയത് ഒരു ഇന്ത്യൻ ഡോക്ടറായിരുന്നു അത്രേ. ഡോക്ടർ ബറനോസ്കി തൻ്റെ പുട്ടപർത്തിയിൽ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറഞ്ഞു. സ്വാമി സമ്മാനിച്ച മോതിരം കാണിക്കുകയും ചെയ്തു. സ്വാമി ഉറപ്പ് കൊടുത്ത പോലെ കുഞ്ഞ് വേഗം സുഖം പ്രാപിച്ചു. സ്വാമിയുടെ സർവജ്ഞത്വത്തെ, ഭൂത വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ച് ഉള്ള അറിവ് കുറിച്ച് ഡോക്ടർ ബറോൺസ്കി അത്ഭുതപ്പെട്ടു. ഡോക്ടർ ബറോൺസ്കി വളരെയധികം അനുഗ്രഹപ്പെട്ടു. ഉപകരണങ്ങളുടെ സഹായത്തോടെ സ്വാമിയുടെ ദിവ്യശക്തിയെക്കുറിച്ച് ഗവേഷണം നടത്താൻ സ്വാമി അസാധാരണമായ അവസരം നൽകി. താൻ കണ്ടെത്തിയ സത്യത്തിൽ അദ്ദേഹം തികച്ചും ബോധവാനുമായി. ഉറച്ച ബോധ്യത്തോടെ വിശാലമായ ലോകത്തോട് അദ്ദേഹം മടികൂടാതെ അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡോക്ടർ ആർട്ട് ഓങ് ജൂസായി. കാലം ഏതാണ്ട് 1945. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചിട്ടില്ല. ബാങ്കോക്കിലെ ഒരു ഗൃഹത്തിന് മുന്നിൽ സ്വാമി സ്വയമേവ രൂപം വന്നെത്തി. ഗൃഹനായികയെ വിളിച്ച് കുറച്ച് വിഭൂതി നൽകി അത് വീട്ടിൽ മുഴുവൻ വിതറാൻ പറഞ്ഞിട്ട് അപ്രതീക്ഷിതനായി. അവരുടെ ഭാഷയിൽ തന്നെയായിരുന്നു സ്വാമി സംസാരിച്ചത്. തനിക്ക് കിട്ടിയ പൗഡർ വെള്ളമണൽ പോലെ അവർക്ക് തോന്നി. ഏതായാലും അവർ അവിടുത്തെ വാക്കുകൾ അവഗണിച്ചില്ല. വീട്ടിൽ മുഴുവൻ അത് വിതറി. ഏതാനും നിമിഷം കഴിഞ്ഞതേ ഉള്ളൂ വ്യോമാക്രമണമുണ്ടായി. അവരുടെ ഗൃഹമൊഴികെ സമയത്തുണ്ടായിരുന്ന ഗൃഹങ്ങളെല്ലാം നശിക്കപ്പെട്ടു. കുറച്ചു കാലത്തിന് ശേഷം ആ വീട്ടിലൊരു ആൺകുട്ടി പിറന്നു. ആ ടോങ് ജൂൻസായി ന ആയുധ്യ എന്ന കുഞ്ഞിന് പേരിട്ടു. യഥാകാലം ആട്ടോം സയൻസ് വിദ്യാർത്ഥിയായി. UK-യിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് എടുത്തു. തൻ്റെ രാജ്യത്തെ ചില മന്ത്രിമാരുടെ ഉപദേശകനായി അദ്ദേഹം ജോലി ചെയ്തു. അദ്ദേഹം ഉന്നതിയിലേക്ക് വളർന്നു. ഒടുവിൽ തായ്ലൻഡ് സ്പേസ് റിസർച്ച് സെൻറ്ററിൽ ഡയറക്ടറായി. ശാസ്ത്രജ്ഞനെ ആവശ്യപ്പെട്ടുകൊണ്ട് 1983 നാസയുടേതായ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചു. മനുഷ്യനില്ലാതെ ചൊവ്വാഗ്രഹത്തിലേക്ക് ഒരു ബഹിരാകാശ വാഹനം അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതിക്ക് വേണ്ടിയിട്ടായിരുന്നു പരസ്യം. ആട്ടോം അപേക്ഷിച്ചു. ജോലിയും കിട്ടി. വാഹനം സുരക്ഷിതമായി ചൊവ്വാഗ്രഹത്തിൽ എല്ലാ തടസ്സങ്ങളെയും ഒഴിവാക്കി ഇറക്കുക, ഗ്രഹോപരിതലത്തിലുള്ള വസ്തുക്കൾ ശേഖരിച്ച് ഗവേഷണത്തിനായി നാസയിലെത്തിക്കുക. ഇതാണ് പദ്ധതി. അതിനാവശ്യമുള്ള ഉപകരണം രൂപകൽപ്പന ചെയ്യാനും മറ്റ് ആട്ടോങ്ങിനായിരുന്നു ഉത്തരവാദിത്തം. പരീക്ഷണശാലയിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ അതേ സ്വഭാവത്തോടെ കൂടിയ മാതൃക നിർമ്മിക്കുക. ഒപ്പം റോക്കറ്റിൻ്റെയും ഗ്രഹോപരിതലത്തിലിറങ്ങാനുള്ള യന്ത്രഭാഗത്തിൻ്റെയും മാതൃകയും ഗവേഷണത്തിനുള്ള സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിരുന്നു. ഈ പദ്ധതിക്ക് ആവശ്യം വരുന്ന മുഴുവൻ ധനവും നാസയാണ് നൽകുന്നത്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആട്ടോങ് റോക്കറ്റ് നിർമ്മിക്കാൻ കഴിഞ്ഞു. അത് പരീക്ഷണശാലയിൽ പരീക്ഷിച്ച് നേരത്തെ ഭയന്നിരുന്നത് പോലെ ചൊവ്വാഗ്രഹത്തിൻ്റെ സ്വഭാവമുള്ള ഉപരിതലത്തിൽ വന്നപ്പോൾ ലാൻഡിംഗ് യൂണിറ്റ് കത്തിപ്പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആട്ടോങ് മറ്റൊരു റോക്കറ്റ് നിർമ്മിച്ചു. അതിൻ്റെ വിധിയും തദൈവ. ഒന്നിനു പുറകെ ഒന്നായി 10ഓളം റോക്കറ്റുകൾ പരാജയപ്പെട്ടു. ആ പദ്ധതി മുഴുവൻ പരാജയമെന്നതുപോലെ കാണപ്പെട്ടു. ചിലവിട്ട വളരെയേറെ ധനം പാഴായി. പാവം ആട്ടോങ്ങിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹം കനത്ത നിരാശയിലാണ്ട്. കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ജീവിതമെടുക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആട്ടോങ് ഒരു കുന്നിൻ മുകളിലേക്ക് കയറി. അവിടെ അദ്ദേഹത്തെ അത്യത്ഭുതം താഴ്ത്തി. ആകാശത്തിൽ ഉജ്ജ്വല തേജോപുരം കാണാനായി. അതിന് മധ്യേ ഒരു പ്രധാന സൂത്രവാക്യം അദ്ദേഹത്തിന് റോക്കറ്റ് വിജയപൂർവ്വം നിർമ്മിക്കാനുള്ള പ്രധാന സൂചനയായിരുന്നു അത്. അതോടൊപ്പം ആട്ടോങ് ഒരു ശബ്ദം കേട്ടു. ഇത് ശ്രദ്ധിക്കൂ, ശാസ്ത്രജ്ഞനേക്കാൾ ശാസ്ത്രജ്ഞനെ സൃഷ്ടിച്ച ഈശ്വരനാണ് പരമപ്രാധാന്യം. ഇപ്രാവശ്യം ആട്ടോങ് തൻ്റെ 11ാമത്തെ റോക്കറ്റ് നിർമ്മിച്ചു. നാടികയുമായി തനിക്ക് വെളിപ്പെട്ട സൂത്രവാക്യം ഉപയോഗിച്ചു. അത് പരീക്ഷണശാലയിലെ പരീക്ഷണങ്ങളെല്ലാം ഒരു തടസ്സവും കൂടാതെ മറികടന്ന് യഥാർത്ഥ വലിപ്പത്തിൽ അതിന് വൈക്കിംഗ് എന്ന് പേരിട്ടു. ഒരു റോക്കറ്റ് ശരിയായി യഥാകാലം വിക്ഷേപിച്ച ചൊവ്വാഗ്രഹത്തിലെ ഉപരിതലത്തിൽ നിന്നും വിജയകരമായി സാമ്പിളുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. 1984 അമേരിക്ക ആട്ടോങ് ജൂസായിയെ വിശിഷ്ട ശാസ്ത്രജ്ഞനായി ആദരിച്ചു. പുരസ്കാരവും നൽകി. ഇതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സയൻസിൻ്റെ പാത ഉപേക്ഷിച്ച് ഈശ്വരാന്വേഷണത്തിൽ നിരന്തനായി. അമ്മയോടൊപ്പം അദ്ദേഹം ഇന്ത്യയിലെത്തി. ന്യൂഡൽഹിയിലെ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം വൈറ്റ്ഫീൽഡിൽ വന്നു. സ്വാമി അമ്മയ്ക്കും മകനും ഇൻ്റർവ്യൂ നൽകി. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് താൻ അവരുടെ ഗൃഹത്തിൽ ചെന്നതും വിഭൂതി നൽകിയതും സ്വാമി അവരെ ഓർമ്മിപ്പിച്ചു. ആ വിഭൂതി വെളുത്ത മണലാണെന്ന് അവർ ചിന്തിച്ചതും കൂടി സ്വാമി പരാമർശിച്ചു. അവതാര ദൗത്യം നിറവേറ്റുന്നതിനെ തന്നോടൊപ്പം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെ ഓരോ ജന്മത്തിലൂടെയും ഞാൻ എങ്ങനെയാണ് ഒരുക്കിയെടുത്ത് കൊണ്ടുവരുന്നതെന്ന് സ്വാമി ആട്ടോങ്ങിന് വിശദീകരിച്ചു. ഒടുവിൽ സ്വാമി ആട്ടോങ്ങിനോട് ചോദിച്ചു, അമേരിക്കയിൽ വന്ന് കുന്നിൻ മുകളിൽ കയറി ആത്മഹത്യയ്ക്കൊരുങ്ങുമ്പോൾ റോക്കറ്റിൻ്റെ എഞ്ചിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സൂത്രവാക്യം നിനക്ക് നൽകിയതാര്? സ്വാമിയുടെ ശബ്ദത്തിൽ നിന്ന് തനിക്ക് പ്രധാനപ്പെട്ട സൂത്രവാക്യം നൽകിയത് തീർച്ചയായും സ്വാമി തന്നെയാണെന്ന് ആട്ടോങ് തിരിച്ചറിഞ്ഞു. അദ്ദേഹം സ്വാമിയുടെ തൃപ്പാദത്തിൽ വീണു. സ്വാമിയുടെ ദിവ്യാവതാരം മനസ്സിലാക്കിയെന്നും പറഞ്ഞു മാത്രമല്ല, അവിടുത്തെ ഇച്ഛ പോലെ തന്നെ ഉപകരണമായി ഉപയോഗിക്കണമെന്നും പ്രാർത്ഥിച്ചു. 12 പാശ്ചാത്യ രാജ്യങ്ങളിൽ സത്യസായി സംഘടനയുടെ ജോലി ചെയ്യുവാൻ ഭഗവാൻ ആട്ടോങ് ഇങ്ങിനോട് നിർദ്ദേശിച്ചു. മാനവ മൂല്യങ്ങളെ ബന്ധപ്പെടുത്തി അത്യാത്മീയ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക. നീ നിൻ്റെ ദൗത്യത്തിൽ മുഴുകൂ. നിൻ്റെ ബിസിനസ് കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഭഗവാൻ ഉറപ്പ് നൽകി. താമസിയാതെ തന്നെ ഒരു നാടിക സംഭവം ഉണ്ടായി. ആട്ടോങ് സമ്പൂർണ്ണ സായ സേവയിൽ ആജ്ഞയായി. ബാങ്കോക്കിലെ സ്വന്തം ഫാക്ടറി സന്ദർശിക്കാൻ അദ്ദേഹത്തിന് സമയമേ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം കള്ളന്മാർ ഫാക്ടറി തകർത്ത് അതിനകത്ത് കയറി. പ്രവേശന ഭാഗത്ത് കാവൽക്കാരൻ തന്നെ മുറി സുഖമായി ഉറക്കത്തിൽ. അയാൾ അകത്തുനിന്നും തഴുതിട്ടിരുന്നു. എന്നിരുന്നാലും ഭഗവാൻ സായി മുറിക്കകത്ത് കയറി അയാളെ ഉണർത്തി. ജോലി ശരിക്കും ചെയ്യാത്ത ശാസ്ത്രീയതായി ഭാഷയിലാണ്
തായി ഭാഷയിലാണ് അവിടെ സംസാരിച്ചത്. ഗാർഡിന് പറഞ്ഞതെല്ലാം ശരിക്കും മനസ്സിലായെങ്കിലും ഈ അപരിചിതൻ കുറ്റിയിട്ട മുറിക്കുള്ളിൽ എങ്ങനെ കടന്നു എന്ന് സങ്കല്പിക്കാൻ കൂടി കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഇതുതന്നെ സംഭവിച്ചു. 3-ാം ദിവസം ഫാക്ടറി തലവൻ ആട്ടോങ് എത്തിച്ചേർന്നു. സംഭവിച്ചതെല്ലാം സെക്യൂരിറ്റി ഗാർഡ് തുറന്നു പറഞ്ഞു. ജോലിയിൽ വരുത്തിയ വീഴ്ച ക്ഷമയാചനയും ചെയ്തു. മാത്രമല്ല സംഭവങ്ങൾ മുഴുവൻ കുഴപ്പിക്കുന്നതും വിശദീകരിക്കാത്തതുമാണെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോഴാണ് യജമാൻ്റെ മുറിയിൽ അലങ്കൽപ്പെട്ടിരിക്കുന്ന ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ചിത്രം ഗാർഡ് ശ്രദ്ധിച്ചത്. ഇത് അയാൾ തന്നെയാണെന്ന്, രാത്രി റൂമിൽ കടന്നു വന്നതെന്നും ജാഗ്രതയോടെ ഇരിക്കാൻ പറഞ്ഞതെന്നും ഗാർഡ് യജമാനോട് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ആട്ടോങ് പ്രശാന്ത് നിലയത്തിലെത്തി. അപ്പോൾ ഭഗവാൻ വിദ്യാഭ്യാസ സമ്പ്രദായ മാനവ മൂല്യങ്ങളെ ബന്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. പ്രഭാഷണ മധ്യേ സ്വാമി അരുളി, ആട്ടോങ് ജുസായി ഇപ്പോൾ വന്നതേ ഉള്ളൂ. അദ്ദേഹം തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. സ്വാമി ജുംസായി വേദിയിലേക്ക് ക്ഷണിച്ചു. പ്രഭാഷണത്തിൽ ജുംസായി കള്ളന്മാർ ഫാക്ടറി തകർത്ത് കടന്നതും അകത്തു നിന്ന് കുറ്റിയിട്ടിരുന്ന ഗാർഡിൻ്റെ മുറി സ്വാമി കടന്നതും ഗാർഡിനെ ഉണർത്തിയതും ഫാക്ടറി രക്ഷിച്ച കാര്യവും വിവരിച്ച് പറഞ്ഞു. സ്വാമി സൗമ്യമായി പുഞ്ചരിച്ചുകൊണ്ട് അരുളി, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, നിൻ്റെ ജോലി ശ്രദ്ധിക്കും, നിൻ്റെ ബിസിനസ് കാര്യം ഞാൻ സംരക്ഷിച്ചുകൊള്ളാമെന്ന്. ആ ദിനം മുതൽ വർദ്ധിത സമർപ്പണഭാവത്തോടെ ദൃഢവിശ്വാസത്തോടെ ഡോക്ടർ ആട്ടോങ് ജുസായി, പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ, ഭഗവാന്റെ ദിവ്യദൗത്യത്തിനുള്ള സേവനം ചെയ്ത് സ്വയം ധന്യയായി. സ്വാമിയുടെ അമൃതമധുരമായ ആധ്യാത്മിക സന്ദേശം പാശ്ചാത്യ ദേശങ്ങളിൽ വിപുലമായി പ്രചരിപ്പിക്കുന്നു. സന്തുഷ്ടനാവൂ, അതൊന്നു മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ജോൺ സിംഗ്ലെയർ അമേരിക്കയിലെ കണക്റ്റിക്കട്ടിലുള്ള കോടീശ്വരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ഒരു ബിസിനസ് കുരുക്കിലാവപ്പെട്ടു. അത് അദ്ദേഹത്തിൻ്റെ മനഃശാന്തി കെടുത്തി. ആ രാത്രി തൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഈശ്വരനോട് പ്രാർത്ഥിച്ചു. അങ്ങ് എവിടെയാണെന്നോ കാണാൻ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. ഒന്ന് മാത്രം എനിക്കറിയാം, അവിടെ നിന്നുണ്ടെന്നുള്ള സത്യം. ദയവായി എന്നെ സ്വീകരിക്കണേ. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടെ സമ്പൂർണ്ണ സമൂഹത്തോടെ പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ ഈശ്വരൻ്റെ അദൃശ്യ ഹസ്തങ്ങൾ തന്നെ സംരക്ഷിക്കുന്നതിനായി സിംഗ്ലെയർക്ക് അനുഭവപ്പെട്ടു. ഒരു ദിവസം സമയം പുലർക്കാലെ 2-നും 3-നും മധ്യേ ആരോ തൻ്റെ വീട്ടിനുള്ളിൽ അകത്തെ ഹാളിൽ കടക്കുന്നതായി തോന്നി. അദ്ദേഹം ഇമ്മവിട്ടാതെ ശ്രദ്ധിച്ച് ആ വ്യക്തി ചലനമില്ലാതെ നിൽക്കുന്നു. അതാരെന്നും എന്തിനാണ് അവിടെ വന്നതെന്നും ജോൺ സിംഗ്ലെയറിന് മനസ്സിലായില്ല. പക്ഷേ അവ്യക്തമായ സന്തോഷവും ആനന്ദവും തനിക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും സിംഗ്ലെയറിന് മനസ്സിലാക്കി. പക്ഷേ അത് വിവരിക്കാനാവുന്നില്ല. ഇതേ വിധത്തിലുള്ള അനുഭവം മറ്റൊരു രാത്രിയിലും അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അതൊരു സ്വപ്നമല്ലെന്നും പൂർണ്ണമായും യാഥാർത്ഥ്യമാണെന്നും സിംഗ്ലെയറിന് ഉറപ്പായിരുന്നു. ന്യൂയോർക്കിലുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ സിംഗ്ലെയർ ചെന്നു. തനിക്ക് അടുത്തിടെ ഉണ്ടായ അനുഭവങ്ങൾ അദ്ദേഹം അവിടെയുള്ള ഒരാളോട് പറഞ്ഞു. ഒരു വ്യക്തി പറഞ്ഞു, ദയവായി ഒരു നിമിഷം. അദ്ദേഹം അകത്തേക്ക് പോയി ചെറിയൊരു വിഭൂതി പാക്കറ്റുമായി തിരിച്ചു വന്നു. സിംഗ്ലെയർക്ക് അത് നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, സായിറാം. അദ്ദേഹം വളരെയേറെ ഭഗവാൻ ശ്രീ സത്സായി ബാബയെക്കുറിച്ച് സംസാരിച്ചു. സ്വാമി തന്നെയാണ് സിംഗ്ലെയർക്ക് ദർശനം നൽകി ഇതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. സിംഗ്ലെയർ ഇക്കാര്യം അഗാധമായി സ്പർശിച്ചു. സിംഗ്ലെയർ ഇങ്ങാകലെയും അമേരിക്കയിൽ വെറുമൊരു ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിനുള്ള ആധ്യാത്മിക ജ്ഞാനം പൂജ്യമെന്ന് പറയാം. അദ്ദേഹം സായിബാബയെക്കുറിച്ചൊരു പുസ്തകം പോലും വായിച്ചിട്ടില്ല. എന്നിട്ടും ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തെ നേരിട്ട് സന്ദർശിച്ചു. അദ്ദേഹം അപ്രധാനിയായ ഒരു വ്യക്തി, എന്നിട്ടും ദർശനം അനുഭവിച്ചിരിക്കുന്നു. സിംഗ്ലെയർ ആ നിമിഷം മനസ്സാ ഭഗവാന്റെ പാദമരങ്ങളിൽ വീണു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭഗവത്കൃപയ്ക്കായി പ്രേമത്തിനായി വ്യാകുലമായി ആ വികാരം പൊടുന്നതിനെ വളർന്നു വരുന്നു. വിരഹ തീവ്രത അസഹനീയമായ തീവ്ര വ്യാകുലതയുടെ പരിണാമ ഫലം സ്വാമിയുടെ കാരുണ്യ സിംഗ്ലെയർ പ്രശാന്ത് നിലയത്തിലേക്ക് യാത്രയായി. അവിടെ എത്തി സ്വാമീൻ്റെ മുന്നിലേക്ക് ക്ഷണിച്ചു. ഭഗവാൻ അരുളി, ഞാൻ 2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സിംഗ്ലെയർ അത്ഭുതത്തോടെ സ്വാമിയെ വീഴ്ച നോക്കി. ഭഗവാൻ തുടർന്നു, ഞാൻ നിനക്കായി വളരെയേറെ ചെയ്തു. ഞാൻ നിനക്ക് വളരെയേറെ നൽകി. എന്നിട്ട് പോലും നിനക്ക് ശാന്തിയില്ല. നിനക്ക് എന്തുകൊണ്ട് സ്വാമിക്കായി എന്തെങ്കിലും ചെയ്തുകൂടാ? സ്വാമിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സിംഗ്ലെയർ സ്വാമി ചോദിക്കുന്നത് എന്തും കൊടുക്കാൻ ഒരുങ്ങി. തീർച്ചയായും സ്വാമി ഉറപ്പു തന്നെ. സ്വാമി പുഞ്ചരിയോടെ അരുളി, സദാ സന്തുഷ്ടനായിരിക്കും, അത് മാത്രമാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. സ്വാമി തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ കോടീശ്വരൻ സ്തബ്ധനായി. മറ്റൊന്നുമല്ല, തൻ്റെ സന്തോഷം. രാജകീയമായ പൂർണ്ണചന്ദ്ര ഒട്ടോരുത്തർ ഗുരുപൂർണിമ ദിനത്തിൽ സംസാരിക്കുക സിംഗ്ലെയർ പറഞ്ഞു, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ക്രിസ്ത്യൻ സാഹചര്യത്തിൽ വളർത്തപ്പെട്ട ഞാൻ അന്ന് വളരെ ദുഃഖിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ തിരോധാനത്തിന് ശേഷം 2000 വർഷങ്ങൾ കഴിഞ്ഞാണല്ലോ ഞാൻ ജനിച്ചത്. ആരോ എൻ്റെ വ്യാകുലതയോടുള്ള ആ നിലവിളി സത്യവുമായും കേട്ടു കാണും. ഇവിടെ ഇതാ ആ ജഗദീശ്വരൻ നിൽക്കുന്നു, ജീസസിന് നമ്മുടെ സമീപം അയച്ച ഈശ്വരൻ. സിംഗ്ലെയർ ആ സംഭവങ്ങൾ വിവരിച്ചു. പ്രശാന്ത് നിലയത്തിൽ വരുന്നതിന് ഏതാനും മാസം മുമ്പേ എനിക്ക് മറ്റൊരു സ്ഥലത്ത് ബിസിനസ് ട്രിപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഹെലികോപ്റ്റർ ഞാൻ തന്നെ പറപ്പിച്ചു കൊള്ളാമെന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു. പക്ഷേ അവർ എന്നെ നിരുത്സാഹപ്പെടുത്തി. ഈയിടെയായി അങ്ങ് ബിസിനസ് പ്രശ്നങ്ങളിൽ അസ്വസ്ഥനാണ്. എന്തുകൊണ്ട് ആ പൈലറ്റിനെ നിയമിച്ചുകൂടാ? സദാ അങ്ങയ്ക്കൊപ്പം ഇരുന്ന് അങ്ങയെ മാത്രം സംരക്ഷിക്കാൻ സത്സായി ബാബയ്ക്ക് സമയം കാണില്ല. അവിടുന്ന് വളരെയേറെ തിരക്കിലാണ്. അവിടത്തേക്ക് വളരെയേറെ പേര് സംരക്ഷിക്കാനുണ്ട്. എന്തിനാണ് അങ്ങ് ഭഗവാന്റെ വിലയേറിയ സമയം പാഴാക്കുന്നത്? ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ വിമാനം പറപ്പിക്കാൻ വിദഗ്ധ യോഗ്യത നേടിയ പൈലറ്റാണ്. വിമാനം പറത്താനുള്ള എൻ്റെ കഴിവ് നീ എന്തിനും സംശയിക്കുന്നു? ഞാൻ ഹെലികോപ്റ്റർ പറപ്പിച്ചു. പക്ഷേ ഭാര്യ ഭയപ്പെട്ടതുപോലെ യാത്രാമധ്യേ വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറിലായി. ഹൈഡ്രോളിക് സിസ്റ്റം കേടായി. വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. മരണം ഉറപ്പാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഉടനെ പോക്കറ്റിൽ നിന്ന് സ്വാമിയുടെ ഫോട്ടോ എടുത്ത് അതിൽ ഉറ്റുനോക്കി. അടുത്ത നിമിഷം സ്വാമിയെ ഞാൻ ഹെലികോപ്റ്ററിനുള്ളിൽ ദർശിച്ചു. അവിടുത്തെ വിദഗ്ധമായ ഹെലികോപ്റ്റർ പറത്തി സുരക്ഷിതമായി കുന്നിൻ ചെരുവിലൂടെ ഇറക്കി. സ്വാമി കോപ്റ്ററിൻ്റെ വശത്തുള്ള വാതിൽ തുറന്നു എന്നെ സുരക്ഷിതമായി വലിച്ചിറക്കി. പിന്നീട് ഹെലികോപ്റ്റർ തള്ളി
അകറ്റിയിട്ട് ഭഗവാൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇങ്ങനെയാണ് സമയാസമയങ്ങളിൽ സ്വാമി എന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് കൂടുതൽ അത്യത്ഭുതകരമായൊരു സംഭവം പറയാം. ഭക്തജനങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിലിരിക്കുന്ന ആ മഹിള മാർലിൻ സിംഗ്ലെയറാണ്, സ്വാമിയുടെ മൂത്ത പെൺകുട്ടി. സിംഗ്ലെയർ തൻ്റെ പുത്രിയെ ഭക്തിയായ സ്വാമിയുടെ മകൾ എന്നാണ് പരാമർശിക്കുന്നത്. കുതിരസവാരി നിപുണനാണ് മെർലിൻ. അവൾ നല്ലൊരു കുതിരയെ സ്വന്തമാക്കി അത് സവാരി ചെയ്തു. മത്സരങ്ങൾക്കായി അതിനെ പരിശീലിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ മെർലിൻ പരിശീലന വേളയിൽ അതിവേഗതയെ കുതിരയെ ഓടിക്കുമായിരുന്നു. മുന്നിലുള്ള ഉയർന്ന മതിൽ ചാടിക്കിടക്കാൻ അവൾ ശ്രമിച്ചു. എളുപ്പവെച്ചാൽ കുതിരയുടെ കാൽ ഭിത്തിയിലിടിച്ചു. മെർലിൻ കുതിരപ്പുറത്തു നിന്നും തെറിച്ചു വീണു. ശിരസ് തറയിലടിച്ചു. 1800 പൗണ്ട് ഉള്ള കുതിര അവളുടെ മീതെ വീണു. മെർലിനെ ഒരു ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാക്കാൻ 45 മിനിറ്റ് എടുത്തു. എനിക്ക് ഫോണിൽ അപകട സന്ദേശം ലഭിച്ചു. ഞാൻ പാഞ്ഞെത്തി. കയ്യിലുണ്ടായിരുന്ന ചെറിയ വിഭൂതി പാക്കറ്റിൽ നിന്ന് വിഭൂതി എടുത്ത് തൻ്റെ മകളുടെ മുഖത്തുള്ള മുറിവുകളിൽ പുരട്ടി. ഇത് ക്രിസ്ത്യാനികളുടെ വിശുദ്ധ ജലം പോലെയാണ്. കുറച്ച് വിഭൂതി ഞാൻ അവളുടെ വായിലും ഇട്ടുകൊടുത്തു. അടുത്ത ദിവസം ഞാൻ മെർലിനെ കണ്ടപ്പോൾ മുഖത്ത് ഒരു മുറിവ് പോലുമില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ സമ്പൂർണ്ണ സുഖമായി. സവാരി പുനരാരംഭിക്കുകയും ചെയ്തു. പക്ഷേ കഥ ഇവിടെ കഴിയുന്നില്ല. ഒരിക്കൽ ഇൻ്റർവ്യൂ മുറിയിൽ വെച്ച് സ്വാമി മെർലിനെ നോക്കി ചോദിച്ചു, തളർന്നു കിടക്കാതെ നിന്നെ രക്ഷിച്ച ഞാനല്ലേ? അതേ സ്വാമി, സ്വാമിയാണ് ഞാൻ അത് ചെയ്തത്. അവർ പറഞ്ഞു. ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ മെർലിനോട് ചോദിച്ചു, സ്വാമി എന്താണ് നിന്നോട് ചോദിച്ചത്? നീ എന്താണ് ഇത്തരം ഉത്തരം നൽകിയത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അന്ന് അപകടമുണ്ടായപ്പോൾ എനിക്കൊരു കണ്ണ് നഷ്ടപ്പെട്ടു. കുതിര കനത്ത ഭാരത്തോടെ എൻ്റെ മേൽ പതിച്ചപ്പോൾ എൻ്റെ ഒരു വശം തളർന്നുപോയി. ഞാൻ മഴയിൽ നിസ്സഹായനായി കിടന്നപ്പോൾ എൻ്റെ അരികിൽ ഒരാളുണ്ടായിരുന്നു. എന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തി സദാ എൻ്റെ അരികിലുണ്ടായിരുന്നു. അത്യാവശ്യ വിഭാഗത്തിൽ കിടത്തിയപ്പോഴും മുഴുവൻ സമയം ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേ അതീവ ജാഗ്രതയോടെ രാത്രി മുഴുവൻ നിരന്തര അരികിൽ നിന്നു. ആ വ്യക്തി മറ്റാരുമല്ല, സായിബാബ തന്നെ. അവിടുന്ന് എനിക്ക് കാഴ്ചയായി, എൻ്റെ തളർച്ച അകറ്റി. അതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ആശുപത്രിക്ക് പുറത്തു പോയത്. ഇൻ്റർവ്യൂ മുറിയിൽ ബാബയും മകളും സംസാരിക്കുന്നത് വരെ ഈ സംഭവം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. സ്വാമി മറ്റൊരാൾക്കാളും മാതാപിതാക്കളെക്കാളും നമ്മുടെ സമീപത്താണ് എന്നതിന് ഉദാഹരണമായി ഏറ്റവും അത്യുത്തമ സംഭവമാണിത്. എൻ്റെ സ്വാമി, ഞാൻ അവിടുത്തെ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞാനിതാ എന്നെ തന്നെ സമ്പൂർണ്ണ അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സിംഗ്ലെയർ പ്രസംഗം ഉപസംഹരിച്ചു. ജഗദീശൻ അദ്ദേഹത്തിൻ്റെ ജോലി മലേഷ്യൻ സർക്കാരിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഡെപ്യൂട്ടി ഡയറക്ടറായി. സ്വാമിയെക്കുറിച്ച് എപ്പോഴെങ്കിലും സംസാരിച്ചാൽ അവജ്ഞയോടെ ദ്വേഷപൂർവ്വം നീചമായി സംസാരിക്കൂ. ഈ മാന്യദേഹമാണ് ജഗദീശ്വരൻ. അത് സംഭവിച്ചു. ജഗദീശ്വരൻ ഒരിക്കൽ പാര്യമാതാവിൻ്റെ ഗൃഹത്തിൽ പോയി. അവിടെ സ്വാമിയുടെ ഫോട്ടോ അവരുടെ മുറിയിൽ അദ്ദേഹം കണ്ടു. അതോടെ സ്വാമിയെ വൈരാഗ്യ ബുദ്ധിയോടെ പഴിച്ചു. 2 മണിക്കൂറോളം വെറി പിടിച്ച് വിടുവായടിച്ച് ഒടുവിൽ ഫോട്ടോയോടായി പറഞ്ഞു, ഈ ആളുകൾ അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദിവ്യശക്തി ഉണ്ടെങ്കിൽ തെളിവിനായി എന്നെ അത് കാണിക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ബാബയെക്കുറിച്ചുള്ള രക്ഷിക്കഥകൾ വിശ്വസിക്കൂ. താൻ അക്ഷരാർത്ഥത്തിൽ ഭഗവാനൊരു വെല്ലുവിളി എറിഞ്ഞു കൊടുക്കുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ആ വാക്കുകൾ പറഞ്ഞു തീർന്നില്ല. ഉടൻ തന്നെ അദ്ദേഹത്തിന് ഉഗ്രകോപത്തിന് കാരണമായ സ്വാമിയുടെ ഫോട്ടോയിൽ നിന്നും വിഭൂതി പുറപ്പെടാൻ തുടങ്ങി. ഈ ജഗദീശ്വരന് ഇടിവെട്ടി ഏറ്റതുപോലെയായി. സയൻസിൻ്റേതായി ഈ ലോകത്ത് അതിന് അതീതമായി സയൻസിന് ഗ്രഹിക്കാനാവാത്തതായി ചിലതുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 4 മാസത്തിന് ശേഷം അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചു. പ്രശാന്ത് നിലയത്തിലെത്തി ദർശനാളി സ്വാമി അദ്ദേഹത്തിന് സമീപം ചെന്നു. വാത്സല്യപൂർവ്വം അവിടുന്ന് അതരങ്ങൾ ചലിപ്പിച്ചു. ഞാൻ മലേഷ്യയിലാണ് നിന്നാണെന്ന് എങ്ങനെ സ്വാമി അറിഞ്ഞു? ജഗദീശനെ വിസ്മയിച്ചു അത്ഭുതപ്പെട്ടു. അതേ സാർ, ജഗദീശൻ മറുപടി പറഞ്ഞു. സ്വാമി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ റൂമിലേക്ക് ക്ഷണിച്ചു. ജഗദീശന് പ്രായം 32. പക്ഷേ താനൊരു 7 വയസ്സറിനെ പോലെ അനുസരണയോടെ തൻ്റെ അച്ഛനരിയിൽ ഇരിക്കുന്നതായാണ് അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. പിതൃസമാനമായ വാത്സല്യവും പ്രേമം ജഗദീശൻ്റെ ഹൃദയം അലിയിപ്പിച്ചു. ആനന്ദക്കണ്ണീർ കവിളിലൂടെ ഒഴുകി. സ്വാമിയിൽ അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വെറും 4 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് സ്വാമിയോട് സ്നേഹമുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, പരമനിന്ദയുമായിരുന്നു. ആ ഇരുണ്ട കാലത്തെ അരുതായികൾ ഹൃദയത്തിൽ കനത്ത ഭാരം തൂങ്ങുന്നു. അദ്ദേഹത്തിന് തന്നെ മനക്ലേശം കൂടുതൽ സമയം മറച്ചു വയ്ക്കാനായില്ല. എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സ് ശുദ്ധീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സ്വാമി ജഗദീശൻ സംസാരിക്കാൻ തുടങ്ങി. കരുണാപൂർവ്വം എന്നോട് ക്ഷമിക്കണേ. 4 മാസം മുമ്പ് വരെ ഞാൻ ഒരിക്കലും അവിടുത്തെ വിശ്വസിച്ചിരുന്നില്ല. ഭഗവാൻ ചുണ്ടുവിരൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ച് പുഞ്ചിരിയോട് പറഞ്ഞു, ആഹാ, നീ അവിശ്വാസി മാത്രമായിരുന്നില്ല, എന്നോട് ശക്തമായ എതിർപ്പ്. ജഗദീശൻ ദുഃഖത്താലും നാണത്താലും കുഴഞ്ഞു തളർന്നു. ബാബയുടെ തൃപ്പാദങ്ങളിൽ വീണെത്തിയാണ്. സ്വാമി അദ്ദേഹത്തിൻ്റെ തോളിൽ പിടിച്ച് മെല്ലെ ഉയർത്തി. ബംഗാരു, അരുത്, കരയരുത്. സ്വാമിക്കെല്ലാം അറിയാം. സ്വാമിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇപ്പോൾ പൗരസ്ത്യ ദിക്കിൽ ശ്രീ സത്യസായി സംഘടനയുടെ സെൻട്രൽ കോഓർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. സായി ആധ്യാത്മിക ദൗത്യത്തെ സേവനമനുഷ്ഠിച്ച് ജീവിതം ധന്യമാക്കുന്നു. വിക്ഷേപ ആവരണം. ഒരു പ്രഭാഷണത്തിൽ സ്വാമി അരുളുകയായി, മാനവൻ ബുദ്ധിശക്തിയാലും വിവേചനശക്തിയാലും അനുഗ്രഹീതനാണ്. എന്നിട്ടും അവന് തൻ്റെ യഥാർത്ഥ സത്ത തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. മുൻജന്മങ്ങളിലെ കർമ്മഫലമാണ് ഇതിന് കാരണമെന്ന് സ്വാമി അരുളുന്നു. സത്കർമ്മങ്ങളുടെ ഫലമായി മനുഷ്യജന്മം സിദ്ധിക്കുന്നു. എന്തൊക്കെയായാലും ഈ മർത്യജന്മത്തിൽ ദുർവൃത്തിയിൽ മുഴുകിയാൽ ദുരാചാരം, മോഷണം, അധാർമികത എന്നിങ്ങനെ അതിൻ്റെ പരിണത ഫലവും മോശമായിരിക്കും. 3 തരത്തിലുള്ള ദുഷ്പ്രകൃതികൾ ഉണ്ട്. വിക്ഷേപം, ആവരണം. ഈ തടസ്സങ്ങൾ മാനവൻ്റെ ആധ്യാത്മിക ദൃഷ്ടിക്ക് തടസ്സമാവുന്നു. ഒരുവനെ മഹനീയമായ തൻ്റെ സ്വരൂപജ്ഞാനം ലഭിക്കുന്നതിൽ തടസ്സപ്പെടുത്തുന്നു. അതിനുശേഷം സ്വാമി ഈ മൂന്നിനെയും
കുറിച്ച് മല മാലിന്യ വിക്ഷേപ ആവരണം വിശദീകരിക്കുകയും ചെയ്തു. മുൻജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ ദുർവൃത്തികളിലെ സഞ്ചിത ഫലമാണ് മല. ഇതിന് ഉദാഹരണമായി ഒരു കഥയുണ്ട്. ഒരു വജ്ര വ്യാപാരി വ്യാപാര ആവശ്യത്തിനായി യാത്ര പോകുന്നു. കുതിരപ്പുറത്ത് ആണ് യാത്ര. വേഗത ഏറിയപ്പോൾ രത്നസഞ്ചി താഴെ വീണ് അയാൾ അറിഞ്ഞില്ല. അയാളുടെ പുറകെ വരിക എന്ന 2 സുഹൃത്തുക്കൾ അത് കണ്ട് വിലയേറിയ രത്നങ്ങൾ കണ്ട മാത്രമേ അവരിൽ ധനതൃഷ്ണയുണർന്നു. ഓരോരുത്തരും അതിന് തനിക്ക് മാത്രം വേണമെന്ന് ആഗ്രഹിച്ചു. അവർ ഇളയവൻ രത്നസഞ്ചിക്ക് കാവലിരുന്നു. മറ്റേയാൾ ആഹാരം തേടിപ്പോയി. എപ്പോഴാണ് അയാൾക്കൊരു ഉടലെടുത്തത്. ആഹാരത്തിൽ വിഷം കലർത്തി സുഹൃത്തിനെ നൽകുക. അങ്ങനെ എന്നേക്കുമായി അയാളെ ഒഴിവാക്കാം. പിന്നെ രത്നസഞ്ചി തനിക്ക് സ്വന്തമാക്കാം. അങ്ങനെ സുഹൃത്തിനുള്ള ആഹാരത്തിൽ വിഷവും കലർത്തി അയാൾ തിരിച്ചെത്തി. അപ്പോൾ കാത്തിരിക്കുന്ന കൂട്ടുകാരനോട് പറഞ്ഞു, പ്രിയ അനുജ, നീ ആദ്യം ആഹാരം കഴിക്കും, ഞാനിനി ഇതിന് കാവലിരിക്കാം. അയാൾ ഇരിക്കാൻ കുനിയവേ മറ്റേയാൾ ഭാരമേറിയ വാൾ കൊണ്ട് ശക്തിയായി ഒരടി കൊടുത്തു. അയാൾ താഴെ വീണ് മരിച്ചു. ഇനി താൻ മാത്രമേ ഈ രത്നങ്ങൾ അവകാശമായിട്ടുള്ളെന്ന ആഹ്ലാദത്തിൽ അയാൾ സ്വാദോടെ ഭക്ഷണം കഴിച്ചു. താമസിയാതെ വിഷബാധയേറ്റ് അയാളും മരിച്ചു. 2 സുഹൃത്തുക്കൾക്കും വിലയേറിയ രത്നങ്ങൾ കിട്ടിയെങ്കിലും അവർക്കതിൽ നിന്നും ഒരു നേട്ടവും ഉണ്ടാവാനായില്ല. മല അതാണ് അവരെ ദുസ്വഭാവത്തിലേക്ക് നയിച്ചത്. മാലിന്യത്തിൻ്റെ മൂലഹേതു ദുശ്ചിന്തയും ദുർപ്രവൃത്തികളുമാണ്. നിരന്തരമുള്ള ഈശ്വരസ്മരണയിലൂടെ മാത്രമേ അത് നശിപ്പിക്കാനാവൂ. ഇതിനല്ലാതെ മറ്റൊരു വഴിയുമില്ല. അടുത്തത് വിക്ഷേപം, മനസ്സിൻ്റെ അസ്ഥിരത എന്നർത്ഥം. ദക്ഷിണേശ്വരത്തെ കാളിദേവിയുടെ രാജകീയ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഭക്തനായ റാണി രാസമണിയാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ഒരു ദിവസം ക്ഷേത്രദർശനത്തിന് വന്ന റാണി ശ്രീരാമകൃഷ്ണനോട് ഒരു ദേവീസ്തുതി പാടാൻ ആവശ്യപ്പെട്ടു. പരമഹംസർ പാടി. ഭക്തന്മാരും രാസമണിയും ഭജനയ്ക്കൊപ്പം തലയാട്ടി. പെട്ടെന്ന് ശ്രീരാമകൃഷ്ണൻ പാട്ട് നിർത്തി റാണിയെ ശക്തിയായി കവിളിൽ അടിച്ചു. പരമഹംസർ റാണിയെ ശകാരിച്ചു, നിങ്ങളുടെ ശരീരം ഇവിടെ, മനസ്സോ മറ്റെങ്ങോ. കൽക്കട്ട ഹൈക്കോടതിയിലെ സ്വത്ത് തർക്കപ്രശ്നത്തിനും റാണി രാസാമണി കുലീന പരമഭക്ത തനിക്ക് കിട്ടിയ ശിക്ഷ ശരിയായ അർത്ഥത്തിൽ തന്നെ അവർ സ്വീകരിച്ചു. ചഞ്ചലമായ തൻ്റെ മനസ്സ് അർഹിക്കുന്നതാണ് ശിക്ഷ എന്നവർ മനസ്സിലാക്കി. ഇതാണ് വിക്ഷേപം. വിഷയത്തിൽ നിന്ന് മനസ്സിനെ അകറ്റണമെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. ഏകാഗ്രതയ്ക്കും അചഞ്ചലമായ മനസ്സിനും വേണ്ടിയുള്ള കഠിന പ്രയത്നം. ഇനി ആവരണം. ഞാനൊരു വിദ്യാർത്ഥി, ഞാനൊരു അധ്യാപകൻ, ഞാനൊരു ബ്രാഹ്മണൻ, ഞാനൊരു ക്ഷത്രിയൻ, ഞാനൊരു സ്ത്രീ, ഞാനൊരു പുരുഷൻ വീതം ചിന്തിച്ചൊരുവൻ മായയിൽ വീഴുന്നു. ഞാൻ ഈ ശരീരമാവുന്നു. ഇത്തരത്തിലുള്ള അജ്ഞാനമാണ് ആവരണം. നിങ്ങൾ അഗാധമായി വിവേകപൂർവ്വം ധ്യാനിച്ചാൽ താമസിയാതെ തിരിച്ചറിയും. വിദ്യാർത്ഥിയോ അധ്യാപകനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ പുരുഷനോ സ്ത്രീയോ അല്ല സത്യം നിങ്ങൾ ആത്മസ്വരൂപമാണെന്നുള്ളതാണ്. ഈ യഥാർത്ഥത്തെ തിരിച്ചറിഞ്ഞാൽ ആവരണത്തിൽ നിന്നും രക്ഷയായി. പൂർണ്ണ ഗർഭിണിയായ ഒരു കടുവ നദി കുറുകെ കടക്കുകയായിരുന്നു. പെട്ടെന്ന് അത് പ്രസവിച്ചു. തള്ളക്കടുവ ഒഴുക്കിൽ ഒഴിച്ചു പോയി. കടുവക്കുഞ്ഞ് എങ്ങനെയോ കരക്കണഞ്ഞു. അത് ചെന്നുപെട്ടത് ആട്ടിൻപറ്റത്ത്. കടുവാക്കുട്ടി വളർന്നു കാലം ചെല്ലുന്തോറും തൻ്റെ യഥാർത്ഥ പ്രകൃതം കടുവക്കുട്ടി മറന്നുപോയി. അത് ആടിനെപ്പോലെ പുല്ല് നിന്നു മേമേ എന്ന് കരഞ്ഞു. അത് തൻ്റെ സ്വസിദ്ധമായ ശൗര്യവും കരുത്തും പൂർണ്ണമായി മറന്നു. ഒരു കടുവ ആട്ടിൻപറ്റത്തെ ആക്രമിച്ചു. ആട്ടിൻകൂട്ടത്തിന് നടുവിൽ ആടിനെപ്പോലെ പെരുമാറുന്ന കടുവക്കുട്ടിയെ കാട്ടുകടുവ കണ്ടു. അവൻ കടുവക്കുട്ടിയെ പിടിച്ച് വലിച്ചൊരു തടാകത്തിനരുത്തി ജലത്തിൽ കണ്ട് നിഴലിലേക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, നോക്കൂ, നീ ആടല്ല, നീ കടുവയാണ്. നിന്റെ സഹജഭാവം തിരിച്ചറിയും. അപ്പോഴാണ് കടുവക്കുട്ടി തൻ്റെ യഥാർത്ഥ പ്രകൃതം അറിഞ്ഞത്. ആവരണത്തെ അകറ്റാനുള്ള ഒരേ ഒരു വഴി സമ്പൂർണ്ണ ഈശ്വര സമർപ്പണമാണ്, അതായത് ശരണാഗതി. തൻ്റെ പ്രഭാഷണങ്ങൾ സ്വാമി നമ്മെ അഭിസംബോധന ചെയ്യുന്ന ദൈവാത്മസ്വരൂപന്മാരെ എന്നൊക്കെയാണ്. അവിടുന്ന് അങ്ങനെ ഓരോ സമയത്തും നമ്മുടെ യഥാർത്ഥ പ്രകൃതം ഓർമ്മിപ്പിക്കുന്നു. അവിടുന്ന് സദാ നമ്മെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. നീ വെറും ശരീരമോ മാംസോ രക്തമോ അല്ല, നിങ്ങൾ ആത്മസ്വരൂപമാണ്. മാലിന്യം, വിക്ഷേപം, ആവരണം, ഈ കൽമഷങ്ങൾ അകറ്റാൻ അനവരതം സ്വാമിയുടെ തിരുനാമം നാവിൽ നൃത്തം ചെയ്താൽ മതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് സദാ സായി തിരുനാമ ജപം. അങ്ങനെ ഹൃദയ ശ്രീകോവിലിൽ സ്വാമി ഉറപ്പിക്കുക. സ്വാമി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നമുക്കൊപ്പമുണ്ടെന്ന ആധ്യാത്മിക ബോധത്തോടെ ശുദ്ധവും ആത്മീയമായ ജീവിതം നയിക്കുക. ഭഗവാൻ ശ്രീ സത്യസായി അവരുടെ തൃപ്പാദ പത്മങ്ങളിൽ എളിയ പ്രമാണങ്ങൾ. ഓം ശ്രീ സത്യസായി പരിബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി ശാന്തി. 14-ാം അധ്യായം സമാപ്തം.